ഹലോ മക്കളെ, വെൽക്കം ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാർലി പി. നിങ്ങളുടെ സ്വന്തം മാത്സ്ഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്തമാറ്റിക്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങളെ പറ്റിയിട്ടാണ്. കുറേയധികം കുട്ടികൾ ജോമെട്രിന്റെ ആൽജിബ്രയുടെ ക്ലാസ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളിഡ്സ് എത്രയും പെട്ടെന്ന് ഇടണം എന്നുള്ളത്. നമ്മൾ വിത്തിൻ 2 or 3 days നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും ആദ്യം തന്നെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചെറിയ സമയത്തിനുള്ളിൽ 1.5 മണിക്കൂർ, കൂടിപ്പോയാൽ 3/4 മണിക്കൂർ, അത്രയും കൂടിപ്പോയാൽ മണിക്കൂർ, അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ കണ്ടന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. സോ എല്ലാവരും ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. കൂടുതലധികം കാര്യങ്ങളിലേക്ക് പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ 1-to-1 ട്യൂഷൻ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഥവാ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിലോ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ തുടങ്ങാം. ഏതായാലും ഈ ചാപ്റ്ററിൽ ഞാൻ ആദ്യം പറയാണ്, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സിന്റെ ബേസിക് കാര്യങ്ങളുണ്ടല്ലോ, അതുവരെ ഞാൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ. ചെറിയ വീഡിയോ ആണ് എഴുതി കണ്ടതിനെ ഇതാക്കണ്ട. നിങ്ങൾ എന്താ ഇടണ്ട, എന്തുകൊണ്ടല്ലോ ഇഷ് കട്ട്. ഇനി ഓക്കെ, ചെറിയ വീഡിയോ ആണ് എഴുതി കണ്ടതിനെ മിസ്അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഇതിൽ നമ്മൾ കൂടുതലധികം കണ്ടന്റുകളിലേക്ക് കടക്കും. സോ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഷേപ്പാണ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം. സമചതുരത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? എയും കൂട്ടിയാൽ എത്ര എ ആയിടാ? 4A. ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളം എന്തായിരിക്കും? ആ പേരിൽ തന്നെയുണ്ട് എ സ്ക്വയർ. സൈഡ് എന്താണോ സൈഡിന്റെ സ്ക്വയർ. സൈഡ് 100 ആണെങ്കിൽ, അല്ല സൈഡ് 5 ആണെങ്കിൽ സൈഡിന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25 ആയിരിക്കും ഇതിന്റെ ഏരിയ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പരപ്പളവ്, ഇത്രയും കാര്യങ്ങൾ അറിയണം. പിന്നെ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്ക്വയർ എന്നെല്ലാം അറിയാം, ആണെന്നുണ്ട് കരുത്. ഓക്കെ, സ്ക്വയറിന്റെ എല്ലാ സൈഡും എ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ സ്ക്വയറിന് ഒരു ഡയഗണൽ ഉണ്ട്. ഈ ഡയഗണലിനെ ഞാൻ ഡി എന്ന് വിളിക്കുക. ഇതെന്തായിരിക്കും അറിയോ? സ്ക്വയർ ടോട്ടൽ 90 ഡിഗ്രി അല്ലേ? ഇത് ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് ഇത് 45 ഡിഗ്രി 90 ഡിഗ്രി ആയിട്ട് എന്തായിട്ടും മുറിക്കപ്പെടും. ആണോ അല്ലേ? ഇത് 45 90 പഠിച്ചില്ലേ? 1:1:√2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത്? A√2 ആണ് വരേണ്ടത്. ദാറ്റ് മീൻസ് ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു A√2. ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ സൈഡ് 10 ആണെങ്കിൽ ഡയഗണൽ 10√2 മറക്കരുത്. സോ ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു കാര്യം കൂടി, ഒരു ട്രയാങ്കിളിന്റെ അടിയിലുള്ള സൈഡാണ് ബേസ് ബി. ഇതിന്റെ ഹൈറ്റ് ആണ് h എന്നുണ്ടെങ്കിൽ ഏരിയന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഹാഫ് BH. മറക്കരുത്, ഹാഫ് BH. ഇനി അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് ഹാഫ് BH, ബേസ്, ഹൈറ്റ്, ഇത് ഏരിയ ഈക്വൽ ടു ഹാഫ് BH. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന സമയത്ത് ഇത് 90 ഡിഗ്രി, ഇത് ഏതെങ്കിലും എക്സാമിന് 90 അതൊക്കെ കിടക്കട്ടെ. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ അടിയത്തെ സൈഡാണ് ബേസ്, സൈഡിലാണ് ആൾട്ടിറ്റ്യൂഡ്, ഇവിടെ ഹൈപ്പോട്ടിന്യൂസിനെ ഹൈപ്പ് എന്ന് വിളിക്കണ ചുരുക്കിയ സമയത്തും അങ്ങനെ എഴുതാൻ കാരണം h എന്ന ഹൈറ്റിനെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇത് ഹൈറ്റ് അല്ല, ഹൈപ്പോട്ടിന്യൂസ് ആണ്. സോ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ചും പറയാം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി എന്തായിരിക്കും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ ബേസ് സ്ക്വയർ ആണെങ്കിൽ വരിക? വലുത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ അല്ലേ? അപ്പൊ വലുതിന്റെ സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ ആവശ്യം, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആവശ്യമില്ല, അതാണ് കുറക്ക്. ഇനി തിരിച്ചാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വടിയും വരും, ബേസ് സ്ക്വയർ വടിയും വരും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ദെൻ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ സർക്കിളിന്റെ അറിയാലോ, ഏരിയ πr സ്ക്വയർ, പെരിമീറ്റർ 2πr, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദെൻ നമ്മൾ തുടങ്ങുകയാണ്. 5 ഷേപ്പുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഷേപ്പാണ് സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപിക. രണ്ടാമത്തെ ഷേപ്പാണ് കോൺ, വൃത്തസ്തൂപിക. മൂന്നാമത്തെ ഷേപ്പാണ് സിലിണ്ടർ, വൃത്തസ്തംഭം. നാലാമത്തെ ഷേപ്പാണ് സ്ഫിയർ, ഗോളം. ആൻഡ് അഞ്ചാമത്തെ ഷേപ്പാണ് ഹെമിസ്ഫിയർ, അർദ്ധഗോളം. ഓക്കെ ആണല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൂടുതൽ ഇക്വേഷൻസ് വരുന്ന ചാപ്റ്ററാണ്, ടോപ്പിക്കാണ് സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ സമചതുര സ്തൂപിക. ഒരു സമചതുര സ്തൂപികയുടെ ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. ഈജിപ്ഷ്യൻ പിരമിഡുകളൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ? ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൊക്കെ ആയിട്ട് ഈജിപ്ഷ്യൻ പിരമിഡുകളുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ ഷേപ്പ് തന്നെയാണ് സ്ക്വയർ പിരമിഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുക. ഓക്കെ കേട്ടോ. സെന്ററിൽ ഒരു സ്ക്വയറും
സൈഡിൽ 4 വെറും ട്രയാങ്കിൾസ് അല്ല, ഐസോസെൽസ് ട്രയാങ്കിൾ. ഈ രണ്ട് സൈഡ് ഇപ്പോൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെ എന്നാൽ ഐസോസെൽസ് ട്രയാങ്കിളുമുള്ള ഒരു പേപ്പർ കഷ്ണം വെട്ടിയെടുക്കുക. ഈ ഷേപ്പിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ വയ്ക്കില്ല, ഒരു സ്റ്റാർ ഷേപ്പിലൊക്കെ. സോ ഇങ്ങനെ വെട്ടിയെടുക്കുക. സൈഡിലുള്ളതൊക്കെ ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്, അതിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ഇനി സെന്ററിലുള്ളത് ഒരു സ്ക്വയർ ആണ്. സോ ഈ സ്ക്വയർ ആയിരിക്കും നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ആയിട്ട് അടിയിൽ വരുന്നുണ്ടാകുക. ഓക്കെ ആണല്ലോ. ഈ നാല് ട്രയാങ്കിൾസ് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരൊറ്റ പോയിന്റ് നമ്മൾ ഇതിനെ കൂട്ടിച്ചേർക്കും. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അപ്പെക്സ്. ഈ അപ്പെക്സിൽ നമ്മൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് നിങ്ങൾ 3D ആയിട്ട് ആലോചിച്ച് നോക്കുക. അടിയിൽ എന്താണ്? ബേസ് ആണ് സ്ക്വയർ പിരമിഡ്. അടിന്റെ ബേസ് ആണ് സ്ക്വയർ, അതുകൊണ്ടാണ് അതിനെ സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ സൈഡിലുള്ളത് നാല് ട്രയാങ്കിൾസ് ആണ്. അവിടെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ? മുന്നിലൊന്ന് കണ്ടില്ലേ? സൈഡിലൊന്നുണ്ട്, ബാക്കിലും ഒന്നുണ്ട്. ദാറ്റ് മീൻസ് 4 ട്രയാങ്കിൾസ് ആണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അതിനെയാണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ലാറ്ററൽ ഫേസ് മലയാളത്തിൽ പറഞ്ഞാൽ പാർശ്വമുഖങ്ങൾ. എത്ര പാർശ്വമുഖങ്ങളുണ്ട്? 4 ഉണ്ട്. മുന്നിലൊന്ന്, റൈറ്റ് സൈഡിലൊന്ന്, ലെഫ്റ്റ് സൈഡിലൊന്ന്, പിറകിലൊന്ന്. ഇനി അടിയിലുള്ളതാണ് ബേസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പാദം എന്ന് പറയും. ബേസ് അല്ലെങ്കിൽ പാദമുഖം. അപ്പോൾ ടോട്ടൽ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഷേപ്പ്, പേപ്പർ നമ്മൾ വെട്ടിയെടുക്കേണ്ട പേപ്പറിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? സെന്ററിൽ ഒരു സ്ക്വയർ ഇതായിരിക്കും, അതിന്റെ അടിയത്തെ ബേസ് ആയിട്ട് വരിക. സൈഡിലുള്ള 4 ഉള്ളിലേക്ക് മടക്കി ഒരൊറ്റ പോയിന്റിൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് ചെരിഞ്ഞു നിൽക്കുന്ന 4 ട്രയാങ്കിൾസ് കിട്ടും. അതാണ് നമ്മുടെ ലാറ്ററൽ ഫേസസ്, പാർശ്വമുഖങ്ങൾ. 4 പാർശ്വമുഖങ്ങളും 1, 2, 3, 4 പാർശ്വമുഖങ്ങളും ഒരു ബേസ് അല്ലെങ്കിൽ പാദമുഖവും കൂടി ടോട്ടൽ 5 ഫേസസ് ആണുള്ളത്, അല്ലെങ്കിൽ 5 മുഖങ്ങളാണ് ഇവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്ക്വയർ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇതിന് എത്ര ഫേസ് ഉണ്ടടാ? 5 ഫേസ് ഉണ്ട്. 5 ഫേസില് ഒന്ന് ബേസ് ആണ്, ബാക്കി 4 എന്താണ്? ലാറ്ററൽ ഫേസ് ആണ്. അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോ, ഞാൻ പോകുന്നിടത്ത് കൂടെ തന്നെ നോക്കിക്കോ. ഓക്കെ, സോ ഞാനിവിടെ കുറച്ചെണ്ണം ഹൈലൈറ്റ് ചെയ്യാണ്. ഈ ലൈന് കണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ലൈനും കണ്ടല്ലോ, അതേപോലെ തന്നെ അടിയിലുള്ള ഈ ലൈനും കണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ലൈനും കണ്ടല്ലോ. ഈ 4 ലൈൻസ് ഈ പാരലോഗ്രാമിന്റെ എഡ്ജസ് ആണ്. ഇതൊക്കെ ഈ ലൈനുകളൊക്കെ എഡ്ജുകളാണ്. ഈ എഡ്ജുകളിൽ അടിയിലുള്ള ഈ 4 എഡ്ജാണ് എന്ത്? ബേസ് എഡ്ജ്, അല്ലെങ്കിൽ എ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഈ എകൾ എന്താണ്? 4 എഡ്ജുകൾ, അടിയിലുള്ള 4 എഡ്ജുകൾ, 4 വക്കുകൾ, അതിനെ വിളിക്കുന്ന പേരാണ് ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്ക്. അഥവാ ഇതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റത്തെ പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആണ്. മലയാളത്തിൽ പാദവക്ക് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഞാൻ അടുത്തതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ കണ്ടല്ലോ ഒരു എഡ്ജ്. ഇവിടെ കണ്ടല്ലോ ഒന്ന്, ഇവിടെയും കണ്ടല്ലോ ഒന്ന്. സോ എത്ര എഡ്ജ് ഉണ്ട്? 4 എഡ്ജ് സൈഡിലുണ്ട്. സൈഡിലുള്ള എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ പാർശ്വവക്ക്, അഥവാ അതിനെ ഇ എന്നാണ് വിളിക്കുക. മറക്കരുത്. എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ പാർശ്വവക്ക്, മറക്കരുത്. സോ നോക്കാം, ഇവിടെ ഇതിനെ ഇ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ഷേപ്പിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തി തന്നു, ഇത് പഠിച്ചിരിക്കണം. സോ ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, സോ ഇവിടെ അടിയിലുള്ള എഡ്ജസ് ആണ് എ, ബേസ് എഡ്ജ്. സൈഡിലുള്ള എഡ്ജസ് ആണ് ലാറ്ററൽ എഡ്ജ് ഇ. അപ്പൊ ബേസ് എഡ്ജ് പാദവക്ക് എ, ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക് ഇ. ഇനി സൈഡിലുള്ള ട്രയാങ്കിൾസ് കണ്ടോ? നേരെയാണോ അത് നിൽക്കുന്നേ? അല്ലല്ലോ, ചെറിയൊരു ചെരിവില്ലേ? ആ ട്രയാങ്കിൾസിന്റെ ഹൈറ്റ്, ഇതാണ് ട്രയാങ്കിൾസ്, ഇത് ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾസിന്റെ ഹൈറ്റ് കണ്ടോ? ഞാൻ ഇവിടെ ഇമാജിനറി ആക്കി വരച്ചിരിക്കണേ. ഇത് ഹൈറ്റും ഓട്ടോമാറ്റിക്കലി ചെരിഞ്ഞാണ് നിൽക്കുക. സോ ചെരിഞ്ഞ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് ചെരിവുയരം. ചെരിഞ്ഞ ഉയരത്തെ വിളിക്കുന്ന പേരാണ് ചെരിവുയരം. ഇംഗ്ലീഷിൽ സ്ലാന്റ് ഹൈറ്റ് എൽ എന്ന് നമ്മൾ വിളിക്കും. എൽ. മർക്കോ അതാണ് ഞാൻ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടിയിലുള്ള എഡ്ജസ് ആണ് എ. ഈ 4 എഡ്ജ്. അതേപോലെ തന്നെ സൈഡിലുള്ള 4 എഡ്ജ് ഇങ്ങനെ 4 എഡ്ജ്. ഇനി അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെയുള്ള ട്രയാങ്കിൾസിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുക. സ്ലാൻഡ് ഹൈറ്റ്, എൽ ഫോർ ലാലേട്ട് എന്ന് വിളിച്ചാൽ മതി. ലാലേട്ടിന്റെ ചെരിവില്ലേ? അതേപോലെ തന്നെ ചെരിഞ്ഞ ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റിനെയാണ് എൽ എന്ന് വിളിക്കുക. ഇനി എൽ എന്താണെന്നറിയണം, എ എന്താണെന്നറിയണം, ഇ എന്താണെന്നറിയണം, എൽ എന്താണെന്നറിയണം. ഇനി അതേപോലെ തന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ബേസിനൊരു ഡയഗണൽ ഉണ്ട്. ബേസ് അടിയിൽ സ്ക്വയർ അല്ലേടാ, സ്ക്വയറിനൊരു ഡയഗണൽ ഉണ്ടല്ലോ, അതിനാണ് ഡി എന്ന് വിളിക്കുക കേട്ടോ. ആ ഡി ആണത് 3D വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഡി, അപ്പൊ ഡി. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ടേംസ് ആണ് അതിൽ പഠിച്ചു വെക്കേണ്ടത്. അതേപോലെ തന്നെ ടേം ഉണ്ട് ഇവിടെ
ഒരു പിരമിഡിന്റെ മേലെ കയറിയിട്ട് നിങ്ങൾ എന്തായിട്ടെന്ന് അറിയോ, ഉള്ളിൽ കൂടെ തൂർന്നുകാണ്ട് കറക്റ്റ് സെന്ററിലേക്ക് ഇറങ്ങാം. ചെരിയാത്ത ഹൈറ്റ് കൺസിഡർ ചെയ്യുക. ഇതല്ലേ ഇരിക്കട്ടെ, ഉള്ളിലൂടെ പോയിട്ട് അടിയിലെ സെന്ററിൽ ചെന്ന് മുട്ടുന്ന ഈ ഒരു ഉള്ളിലൂടെയുള്ള വര, ഇത്രയും നേരം പുറത്തു കൂടെ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും കറക്റ്റ് സെന്ററിലൂടെ ഉള്ളിലൂടെയുള്ള വരയെ വിളിക്കുന്നവരാണ് ഹൈറ്റ്. ഇതിന്റെ ശരിയായ ഹൈറ്റ്, ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ശരിയായ ഹൈറ്റ്, ചെരിവില്ലാത്ത ഉയരം എന്ന് പറയുന്നത് എച്ച് ആണ്. ഇത്രയും കാര്യങ്ങൾ. എ പാദവക്ക് ബേസ് എഡ്ജ്, ഇ പാർശ്വക്ക് ലാറ്ററൽ എഡ്ജ്, എൽ സ്ലാൻഡ് ഹൈറ്റ് ചെരിവുയരം, എച്ച് ഹൈറ്റ് ഉയരം, ഡി ഡയഗണൽ ഓഫ് ദ ബേസ്. ഇനി ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസിൽ കാര്യമായിട്ടുള്ളത് ഇതാണ്. ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ ബേസ് ഏരിയ, മക്കളെ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താടാ, സ്ക്വയർ അല്ലേടാ, അടിയിലുള്ള ബേസ് ഒരു സ്ക്വയർ അല്ലേടാ, ഈ സ്ക്വയർ അല്ലേടാ അവിടെ ചെന്ന് നിൽക്കുന്നത്. സോ അതിനെ വിളിക്കുന്ന പേരാണ് ബേസ് ഏരിയ. ബേസിന്റെ ഏരിയ എ സ്ക്വയർ, ഞാൻ പറഞ്ഞ സ്ക്വയറിന്റെ ഏരിയ സ്ക്വയർ ആണ്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത്. സൈഡിൽ 4 ട്രയാങ്കിൾസ് അല്ലേ, 4 ഇൻറ്റു സംതിങ് ആയിരിക്കും ഇതിന്റെ ഏരിയ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ കണ്ടാൽ മതി. ആ ട്രയാങ്കിൾ മാത്രം ഞാൻ നിങ്ങോട്ട് വരക്കുകയാണ്. സാധാരണ ഒരു ട്രയാങ്കിളിന്റെ അടിയിൽ ബേസും ഇവിടെ ഹൈറ്റും ആണെങ്കിൽ ഏരിയ എന്താ വരിക, ഹാഫ് ബി എച്ച് അല്ലേ, ആണോ അല്ലേ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലേ, അടിയിലുള്ളത് ബി അല്ലേ, അടിയിലുള്ള നിങ്ങൾ നോക്കിയാൽ മതി. ഈ ചിത്രത്തിൽ അടിയിലുള്ള എന്താ, എ അല്ലേടാ. സോ എ ആണ് അടിയിൽ വരിക. അപ്പൊ ബിന്റെ പകരം എന്ത് വരും, എ വരും. ഇനി അതേപോലെ തന്നെ എച്ച്, ഇവിടെയുള്ള ട്രയാങ്കിൾസ് ഒന്നും നേരെയല്ല നിൽക്കുന്നത്, ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് ചെരിവുയരല്ലേ, സ്ലാൻഡ് ഹൈറ്റ് അല്ലേ, എല്ലാണ് വരിക. ദാറ്റ് മീൻസ് ഇവിടെ എല്ലാണ് വരിക, ചെരിവുയരം എല്. ഓക്കെ ആണല്ലോ. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഹാഫ് ബി എച്ച് എന്നുള്ളത് മാറിയിട്ട് ഹാഫ് എ എൽ എന്നാവും. അപ്പൊ ഒരു ട്രയാങ്കിളിൻ്റെതാണ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ട്, 4 ട്രയാങ്കിൾ അല്ലേ. ഹാഫ് എ എൽ ഇൻറ്റു 4, 4 ഹാഫ് 2 ഫുള്ള് എന്ന് പഠിച്ചാൽ മതി. 4 ഹാഫ് 2 ഫുള്ള്. ഓക്കെ ആണല്ലോ. സോ 4 ഹാഫ് എ എൽ, ഞാൻ മന്തിന്റെ കാര്യമായിട്ടോ പറഞ്ഞേ. സോ 4 ഹാഫ് എ 2 ഫുൾ എൽ എന്ന് പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയക്ക് ഒരു പ്രശ്നമല്ല. അടിയിലുള്ള ബേസ് ഏരിയ എ സ്ക്വയറും സൈഡിലുള്ള ലാറ്ററൽ സർഫസ് ഏരിയ 2a കൂടി കൂട്ടിയാൽ മതി. അത് കാണാതെ പഠിക്കരുത്. ഇനി അതേപോലെ തന്നെ വോളിയം ശ്രദ്ധിച്ചു കേട്ടോ. സാധാരണ ഒരു വോളിയത്തിന്റെ ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടുത്തെ സാധാരണ പ്രിസത്തിന്റെ ബേസ് ഏരിയ എന്താ, എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഇൻറ്റു എച്ച് ഇവിടെ എഴുതി. ഇനി പിരമിഡ് ഷേപ്പുകളുടെ വോളിയത്തിന്റെ മുന്നിൽ ഒരു 1/3 ഉണ്ടാകും. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തിനേക്കാന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു പ്രിസം, റെക്ടാംഗുലർ പ്രിസം. ഈ പ്രിസത്തിൽ നമ്മൾ എന്ത് മാത്രമേ എടുക്കണുള്ളൂ, പിരമിഡ് ഷേപ്പിന് ഈ ഉള്ളിലുള്ള, അഥവാ ഞാൻ 2D വെച്ച് ഇതൊരു പ്രിസം ആണെങ്കിൽ ഇവിടുന്ന് ഈ മാത്രമേ നമ്മൾ എന്ത് എടുക്കണുള്ളൂ, പിരമിഡിന് എടുക്കണുള്ളൂ. റഫായിട്ട് പറഞ്ഞതാണ്. സോ ദാറ്റ് മീൻസ് പിരമിഡിന്റെ ഏരിയ 1/3 ഭാഗം മാത്രമാണ്. സോ 1/3 എ സ്ക്വയർ എച്ച്. ഇതേപോലെ തന്നെ ഒരു പിരമിഡും കൂടി ഉണ്ട്, സർക്കുലർ പിരമിഡ്. അതാണ് കോണ്, അത് നമ്മൾ പറയുന്നുണ്ട്. സോ ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പൈതഗോറസ് റിലേഷൻസ്. ഇതിൽ നമ്മൾ പൈതഗോറസ് റിലേഷൻസ് കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാട്ടിത്തരാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു എച്ച് കണ്ടോ, ഹൈറ്റ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു എന്റെ പകുതി കണ്ടോ, ഫുൾ ഏതാണ്, എന്റെ പകുതി ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു എല്ല് കണ്ടോ, ദാറ്റ് ഈസ് എച്ച് എ എല്ല്. അതേപോലെ തന്നെ ഇവിടെ ഒരു എല്ല് കണ്ടില്ലേ, ഇവിടെ ഒരു എന്റെ പകുതി കണ്ടില്ലേ, എ ഫുള്ളില്ല എന്റെ പകുതി. ഇവിടെ ഒരു ഇ കണ്ടില്ലേ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. അതേപോലെ തന്നെ ഇവിടെ എച്ച് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയഗണലിന്റെ പകുതി ഉണ്ടല്ലേ, ഫുള്ള് ഡയഗണൽ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മതി, അപ്പൊ ഡയഗണലിന്റെ പകുതി. അതേപോലെ തന്നെ ഇവിടെ ഇ. അപ്പൊ 3 റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കിട്ടും. അത് എങ്ങനെയൊന്നും അറിയണ്ട, അങ്ങനെ തട്ടിയാൽ മതി. അത് ജസ്റ്റ് ആ റൈറ്റ് ട്രയാങ്കിൾസ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലുണ്ടായാൽ മതി. അതിനൊരു കോഡ് ഉണ്ട്, പഠിച്ചു വെച്ചോളൂ. ഇല ഇഹിഡ് അങ്ങനെ പഠിച്ചതില്ല, ഇല ഇഹിഡ്. ഓക്കെ ആണല്ലോ. ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എൽ എച്ച് എയും ഡി ഒക്കെ A/2 കേട്ടോ, പകുതി ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. എന്നാല് അവിടെ എന്തായിരിക്കും ഇക്വേഷൻ വരിക, പൈതഗോറസ് റിലേഷൻ വെച്ച് എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ച് A/2 ഹോൾ സ്ക്വയർ. ആണോ അല്ലേ? എൽ എച്ച് എന്ന് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എൽ എച്ച് എന്ന് പഠിച്ചാൽ മതി. ഇല ഇഹിഡ്, അത് പഠിച്ചു വെക്കണേ. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം ഉണ്ടാക്കാൻ വയ്ക്കൂല. എച്ച് സ്ക്വയർ എന്താ വരിക അറിയാലോ, എൽ സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയർ ഒക്കെ പോയാൽ മൈനസ് A/2 ഹോൾ സ്ക്വയർ തിരിച്ചെഴുതിയേ ഉള്ളൂ. ഈ ബാക്കി 2 നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും, ഒരിക്കലും കാണാതെ പഠിക്കരുത്, ഇത് മാത്രം പഠിക്കുക. ഇനി അതേപോലെ തന്നെ ഇയും എല്ലും എയുടെ പകുതിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇല. ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയർ. ഇത് വെച്ച് ബാക്കിയുള്ള 2 ഇക്വേഷൻസ് പഠിക്കുക. അതേപോലെ തന്നെ ഇ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് B/2 ഹോൾ സ്ക്വയർ, ഇതും പഠിച്ചിരിക്കണം. സോ ദെൻ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഏറ്റവും വലിയ ടോപ്പിക് ഇതായതുകൊണ്ട് ഇതിൽ കുറച്ച് നേരം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഏതായാലും ശ്രദ്ധിച്ചു കേട്ടോളൂ. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റർ. അഥവാ ബേസ്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് സ്ക്വയർ അല്ലേ, സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താടാ, 4a അല്ലേ, പഠിച്ചിട്ടില്ലേ? സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്താണ്, ഫുൾ എ അല്ലേ, ഇതല്ലേ ബേസിൽ വരിക. സോ സ്ക്വയർ പിരമിഡിന്റെ ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്റർ 4a, അതാണ് 40. ദാറ്റ് മീൻസ് എ എത്രയ്ക്ക് വരടാ, 40/4 അല്ലേടാ, 10 അല്ലേ വരിക. എ കിട്ടി. അടക്കട്ടോ, 4a ആവശ്യമുണ്ട്. 4a, ഇത് 4a ആണ്.
ഈക്വൽ ടു 40 അല്ലേ പറഞ്ഞേ. ഇനി എന്താ പറഞ്ഞത്? ആൻഡ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 ഫേസസും ടോട്ടൽ എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4, അടിയിൽ 4 സൈഡിൽ 4. ടോട്ടൽ എത്ര എഡ്ജ് ഉണ്ടടാ മക്കളെ? എത്ര എഡ്ജ് ഉണ്ടടാ മക്കളെ? മനസ്സിലുണ്ടായിക്കോട്ടെ, എത്ര എഡ്ജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലുണ്ടായിക്കോട്ടെ. എഡ്ജുകളുടെ എണ്ണം ഞാൻ പറയാണ്, ടോട്ടലി പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. 8 എഡ്ജാണുള്ളത്. 8 എഡ്ജില് അടിയിലുള്ള 4 എ എന്ന് വിളിക്കുന്നത്, അതേപോലെ തന്നെ സൈഡിലുള്ള 4 ഇ എന്ന് വിളിക്കുന്നത്. ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും ടോട്ടൽ 8 എഡ്ജ് ഉണ്ട്, അഥവാ 4 എയും 4 ഇയും വരും. സോ നോക്കാം ഇവിടെ എന്താ വരിക? ടോട്ടൽ എഡ്ജസിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ 4 എയും പ്ലസ് 4 ഇയും വരും. ദാറ്റ് മീൻസ് അതാണ് 92 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ 4 എ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ, ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചെന്നില്ലേ? 4 എ എത്രയാണ്? 40 അല്ലേ? സോ 4 എ 40 നിട്ടു, പ്ലസ് 4 ഈസ് ഈക്വൽ ടു 92. അപ്പോ പ്ലസ് 40 അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ 4 ഈസ് ഈക്വൽ ടു 92 മൈനസ് 40, ദാറ്റ് ഈസ് 52. അതേപോലെ തന്നെ അത് ചാടുകയാണ്. ഇനി 4 ഇവിടെ ഓൾറെഡി ഇല്ലേടാ മക്കളെ, 4 ഇവിടെ ഓൾറെഡി ഇല്ലേ? ഇനി എന്താ ചെയ്യാ? ഈ പോണ്ടേടാ, ഈ പോണ്ടേ. ഈ എങ്ങനെ? ഈ അവിടെ നിൽക്കണ്ടേ? ഈ അവിടെ നിൽക്കണം. 52 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 4 ഉണ്ടല്ലോ, ഈ 4 നമ്മൾ അങ്ങോട്ടാണ് ചാടിച്ച. അപ്പൊ ഇവിടെ എത്തും. അഥവാ ദാറ്റ് മീൻസ് 52 ഇൻറ്റു 4 എന്നുള്ളത് എന്തായിട്ട് മാറും? ബൈ 4 ആയിട്ട് മാറും. മറക്കോ? ഇവിടെ മേലെ ഉണ്ടായിരുന്ന 4 അങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ട് വരും? താഴത്തേക്ക് വരും എന്നുള്ളത് മനസ്സിലുണ്ടാവുക. സോ ദെൻ 52 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 13 എന്ന് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 13 കിട്ടി, എ 10 കിട്ടി. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി സർഫസ് ഏരിയ. സർഫസ് ഏരിയ കാണാൻ ഭയങ്കര സിമ്പിൾ ആണ്. സർഫസ് ഏരിയ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ A² പ്ലസ് 2AL. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ഓർത്തത്, എൽ അറിയില്ല, പക്ഷെ ഇ അറിയാം, എ അറിയാം. എല്ലും ഇയും എയും എൽ ഇക്വേഷൻ അല്ലേടാ? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് എൽ സ്ക്വയർ എന്തായിരിക്കും? ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇ സ്ക്വയർ എത്രയടാ? ഇ സ്ക്വയർ 13 സ്ക്വയർ മൈനസ് എന്റെ പകുതി, എ 10 അല്ലേ, എന്റെ പകുതി 5 സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൽ ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും കേട്ടോ. എൽ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. 144 വരെ, 169 25 പോയാലും. സോ ദാറ്റ് മീൻസ് എ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു, 10 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിക്കണം. സോ എല്ലും കിട്ടി. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു എൽ എത്ര? 12. ദാറ്റ് മീൻസ് 100 പ്ലസ് 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 12 240. ദാറ്റ് മീൻസ് 340 സെന്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ വരും. സോ ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് ആവശ്യമുണ്ട് എടുക്കണ്ട. എയർപോർട്ട്സ് ആവശ്യമുണ്ട്. സോ ദെൻ a toy is in the shape of a square pyramid of base edge 16 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ആയിട്ട് 10 സെന്റിമീറ്റർ. അപ്പൊ എപ്പോഴും നമ്മളെ ക്വസ്റ്റ്യന് തന്നു കഴിഞ്ഞാൽ അതിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ, ബേസ് എഡ്ജ് എ ആണ്, അതാണ് 16. അത് എഴുതാനുള്ള ധൈര്യം ഞങ്ങൾക്ക് വേണം. സോ ദെൻ അതേപോലെ തന്നെ സ്ലാൻഡ് ആയിട്ട് 10, സ്ലാൻഡ് ആയിട്ട് എൽ ആണ്, അത് 10 ആണ്. ക്വസ്റ്റ്യനിലുണ്ട് വാട്ട് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ. അഥവാ ഇതൊക്കെ സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വെക്കണം. സെന്റിമീറ്ററിന് മീറ്റർക്കൊക്കെ മാറ്റാനുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു, എയും എല്ലും ഉണ്ട്. അഥവാ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലുള്ള ടോയ് പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ പെയിന്റ് എന്തായാലും അതിന്റെ വോളി അല്ല കാണണ്ട, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണ്ടേ? പുറം ഭാഗം എത്ര ഉണ്ട്? അവിടെ അല്ലേ പെയിന്റ് അടിക്കുക. അപ്പോൾ ഒന്നിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാം. അങ്ങനെയാണെങ്കിൽ 500 പെട്ടെന്ന് കിട്ടൂലേ? ഒന്നല്ല, 500 വേണം. TSA ഓഫ് 1 ടോയ്, ഒരു ടോയിന്റെ കാണാം. എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ? A സ്ക്വയർ പ്ലസ് 2AL ആണോ അല്ലേ? എ എത്ര? 16. അപ്പൊ 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു എൽ എത്ര? 10. യെസ്. സോ 256 പ്ലസ് 320 ദാറ്റ് ഇസ് ഈക്വൽ ടു 576 സെന്റിമീറ്റർ ആണോ അല്ലേ? സ്ക്വയർ. ഇനി എങ്ങനെയാ TSA ഓഫ് 500 ടോയ്സ് കാണുക? 500 ടോയ്സിന്റെ TSA എങ്ങനെ കാണുക? എന്താട്ടാ? ഒരു ടോയിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 576 ആണെങ്കിൽ 500 500 കൊണ്ട് ഗുണിച്ചാൽ 576 ഇൻറ്റു 500 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 28,800 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയും സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർക്ക് മാറ്റാൻ അറിയില്ലേ? അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ നോക്കിക്കോ. ഇനി 500 കിട്ടി, പക്ഷെ ലാസ്റ്റ് ആയി, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതാ നോക്കിക്കോ. സെന്റിമീറ്റർ സ്ക്വയർ എങ്ങനെ മീറ്റർക്ക് മാറ്റുക? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആലോചിക്കുക. 500 സെന്റിമീറ്റർ എത്ര മീറ്റർ? 5 മീറ്റർ അല്ലേ? അഥവാ സെന്റിമീറ്ററിന്റെ അളവിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാണേ. അഥവാ സെന്റിമീറ്റർ മീറ്റർക്ക് വരണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർക്ക് വരണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 100ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. മറക്കണ്ട. ഇവിടെ 100ന്റെ സ്ക്വയർ എത്രയാ? 100ന്റെ സ്ക്വയർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 28,800. 28,800 തന്നെയല്ലേ? അല്ലടാ,
2,88,000 വരും. സോറി. സോ ദെൻ 0 കൂടി കുറഞ്ഞതാ. സോ ഏതായാലും 100ന്റെ സ്ക്വയർ തരാം. 100 × 100 ആണോ അല്ലേ? സോ 10,000 വരും. 0.00000 വെട്ടി ബാക്കി 288/10 മീറ്റർ സ്ക്വയറിലേക്ക് മാറിട്ടോ. സോ 288/10 പറയുമ്പോൾ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 10 1 കഴിഞ്ഞിട്ട് ഒരു പൂജ്യമുള്ള നമ്പറാണ്. അപ്പൊ ഒരു സ്ഥാനം മാറ്റി കുത്തുക. 288 10 ഒരു പൂജ്യമല്ലേ ഉള്ളൂ. ഒരു സ്ഥാനം മാറ്റി കുത്തുക. ആൻസർ ആയി 288 മീറ്റർ സ്ക്വയറിനായി. ഇത്രയാണ് 500 ടോയ്സിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇതിന്റെ പെയിന്റിംഗ് കോസ്റ്റ് കാണണ്ടേ? പെയിന്റിംഗ് കോസ്റ്റ് എങ്ങനെ കാണുക? 1 മീറ്റർ സ്ക്വയറിന് 80 റുപ്യാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയറിന് എത്രയാവും? 28.8 × 80. ദ ആൻസർ ഈസ് ഇതെങ്ങനെ ചെയ്യടാ? 28.8 × 80 ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ആണെങ്കിൽ ഒരു 0 എടുത്ത് കീസി കിടും. 0 പോയി. 0 ഇവിടുന്ന് പോയിട്ടോ. 0 പോയിട്ടോ. ബാക്കി ഒരു പോയിന്റ് ഞാൻ എടുത്ത് കീസി കിടും. ഈ പോയിന്റ് ഞാൻ കളഞ്ഞു കേട്ടോ. അപ്പൊ എന്തൊക്കെ എന്റെ കയ്യിലുണ്ട് പറഞ്ഞാണ്? ഇവിടെ 80ത്തെ ഒരു 0 ഒരു പോയിന്റ് എന്റെ കയ്യിലുണ്ട്. 0 പോയിന്റ് കണ്ടാ വെട്ടിപ്പോവും. അത് ഒരു 0 ഒരു പോയിന്റ് ഉള്ളെങ്കിൽ അത് പരസ്പരം വെട്ടിപ്പോയി. ബാക്കി 288 × 288ന്റെ ഇരട്ടി 576ന്റെ ഇരട്ടി 1152ന്റെ ഇരട്ടി 2304 എന്ന് വരും കേട്ടോ. സോ ദ ആൻസർ ഈസ് 2304 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. അഥവാ പെയിന്റിംഗ് പണിക്ക് പോയിക്കോളി മക്കളെ. 2304 റുപ്യ 500 ടോയ്സ് പെയിന്റ് അടിച്ചപ്പോൾ കിട്ടുകയാണ്. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നുറുക്ക് വിദ്യകളും കൂടി കയ്യിലുണ്ടാകുക. അടുത്തതായിട്ട് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മക്കളെ ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ ലാറ്ററൽ ഫേസസ് ഇതാണ് സ്ക്വയർ പിരമിഡ് വരും കേട്ടോ. ഞാൻ 3D വരച്ചു തരാം. അങ്ങോട്ട് പോയിക്കോ. 3D ഒന്നും ആവില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കുക. സൈഡിൽ 4 ട്രയാങ്കിൾസ്, ഇവിടേക്ക് 4 ട്രയാങ്കിൾസ്. ഇതിന്റെ സാധാരണ എന്ത് ട്രയാങ്കിളാ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, ഐസോസെലസ് ട്രയാങ്കിൾ. 2 സൈഡ് ഈക്വൽ ഉള്ളൂ. ഇത് 3 സൈഡ് ഈക്വൽ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അടിയത്തെ ബേസ് അടിയത്തെ അടിച്ചാണ് എ, സൈഡത്തെ അടിച്ചാണ് ഇ. അഥവാ എയും ഇയും ഈക്വൽ ആണ് നല്ല അർത്ഥം. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, സമഭുജ ത്രികോണല്ലേ, എല്ലാ വശമൊന്നും ഇല്ലല്ലേ. എയും ഇയും ഈക്വൽ ആണെന്നുണ്ടോ കേട്ടാൽ അപ്പോ ഉറപ്പിച്ചോ എന്റെയും എച്ചിന്റെയും എല്ലിന്റെയും ഒരു റേഷ്യോ പഠിപ്പിച്ചു തരട്ടെ. പഠിക്കുവോ? ഇതാണ് റേഷ്യോ ഈക്വൽ ടു 2√2√3. സിമ്പിൾ. 2√2√3 ആയിരിക്കും വാല്യൂ വരിക. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാണ്. ഇവിടെ ബേസ് എഡ്ജ് എ തന്നിട്ടില്ലേ? എ 30. അപ്പൊ ഇ എത്രയാണ്? 2 ഈക്വൽ അല്ലേ? എയും ഇയും ഈക്വൽ അല്ലേ? ദാറ്റ് മീൻസ് ഇയും 30. എച്ച് എന്താന്ന് പറയാൻ പറ്റുമോ? അഥവാ ഇവിടെ 2 ആണെങ്കിൽ അതിന്റെ പകുതി 1√2. അവിടെ 1√2 ആണെങ്കിൽ ഇവിടെ 1√3. അഥവാ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 30 ആണെങ്കിൽ അഥവാ ഹൈറ്റ് എന്താ വരിക? അതിന്റെ പകുതി 15√2. അപ്പൊ എന്താ സ്ലാൻഡ് ആയിട്ട് എല്ല് വരിക? 15√3. സിമ്പിൾ അല്ലേടാ? പക്ഷെ ഇവിടെ ആലോചിക്കണം. ഇവിടെ 2 ആണെങ്കിൽ ഇതിന്റെ പകുതിയാണ്. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 5√2 അങ്ങനെ വരിക. സോ ദെൻ ഇവിടെ 30 ആണെങ്കിൽ അതിന്റെ പകുതി √2 15√2. ലെങ്ത് ആണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആണെങ്കിൽ 15√3. മറക്കണ്ട. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ എന്താടാ? a² + 2a അല്ലേടാ? എ അല്ലേ നിങ്ങളെ കയ്യില്? എ അല്ലേ 30 ഇല്ലേ? എല്ലല്ലേ 15√3 ചെയ്തോക്കടാ. ആൻസർ കേട്ടോ. സോ ദെൻ ഇവിടെ ഒന്നും കാട്ടണ്ട. ഇത് പഠിച്ചു വെച്ചുകൊണ്ട് എപ്പോഴാ മാത്രമാണ് സൈഡ് ലാറ്ററൽ ഫേസസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും A = E ആണ്. അപ്പൊ A = E ആണെങ്കിൽ ഈ റിലേഷൻ പഠിച്ചു വെച്ചോ. ഉപകാരപ്പെടും 100% ഉപകാരപ്പെടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് എന്ന് കേട്ട ഞാൻ എഴുതും 10, ഹൈറ്റ് ഞാൻ എഴുതും 12. ഇസ് ടു ബി മെയ്ഡ് ഓഫ് പേപ്പർ. വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ? അഥവാ സൈഡിലുള്ള ട്രയാങ്കിളിലേടാ മക്കളെ. ഇപ്പൊ ഒരു സ്ക്വയർ പിരമിഡ് വരച്ചു കഴിഞ്ഞാൽ വരച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ട്രയാങ്കിൾസ് ഇല്ലേ? അഥവാ സൈഡിലുള്ള ട്രയാങ്കിൾസ് ആണിത്. ആ സൈഡിലുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒക്കെ ഇവിടെ എ എന്നാ വരിക. ആണോ അല്ലേ? സോ ദാറ്റ് മീൻസ് ഈ എ നമുക്കറിയാം 10, എച്ച് അറിയാം, ഹൈറ്റ് അറിയുള്ളൂ, ഇ അറിയില്ല. ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ് മക്കളെ. ശ്രദ്ധിച്ചിരുന്നു? ഈ സൈഡിലുള്ള ട്രയാങ്കിൾസിന്റെ സൈഡ് രണ്ടും ഇയും അടിയത്തെ എ വികാരം മറക്കണ്ട. സോ അതാണ് കാണാനുള്ളത്. എ നമുക്ക് കിട്ടി 10. എച്ച് കിട്ടാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എ 10 ആണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റൂടാ? എ എന്ന് പറഞ്ഞാൽ ബേസിന്റെ എഡ്ജ് അല്ലേ? അടിയിലുള്ള ബേസിന്റെ എ സൈഡ് അല്ലേ? അതിന്റെ ഡയഗണൽ ആർക്കെങ്കിലും പറയാൻ ഡി എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട് A√2 ആയിരിക്കും. അഥവാ ഡയഗണൽ = 10√2 എന്ന് കിട്ടി. ആണോ അല്ലേ? 10√2 കിട്ടിയത് അവിടെ കട്ടെ. ഹൈറ്റ് എത്രയാണ്? 12 അല്ലേ? ഇപ്പൊ ഡിയും എച്ചും ഉണ്ട്. നമുക്ക് ഇ അല്ലേ കാണണ്ടേ? ഇയും എച്ചും ഡി ഉള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചില്ല. ഇഹിഡ് E² = H² + D/2². ഈ റിലേഷൻസ് പഠിക്കാതെ ഒരിക്കലും ഇതിൽ നിന്ന് മാർക്ക് കിട്ടൂല. E² = H². H എത്രയുടെ? 12 അല്ലേ? 12² + D/2. ഡിന്റെ പകുതി D 10√2 അല്ലേ? ഡിന്റെ പകുതി എത്ര? 5√2 ദാറ്റ് ഈസ് 12ന്റെ സ്ക്വയർ 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. √2ന്റെ സ്ക്വയർ എന്താ വരിക? റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയ 2. അഥവാ 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു √2ന്റെ സ്ക്വയർ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോവും. ബാക്കി 2. സോ ദ ആൻസർ ഈസ് 144 പ്ലസ് 25 × 2 50 അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 194 കിട്ടും ഈ സ്ക്വയർ. അപ്പൊ ഈ എന്തായിരിക്കും ഇവിടെ? √194 അവിടെ കേട്ടെ.
ആണോ അല്ലേ? എന്നാ പറയാൻ പറ്റും ട്രയാങ്കിളുടെ സൈഡ്സ് ഈ എത്ര √194. അവിടെ 2 ആണ് കേട്ടോ. അപ്പൊ ഇതും √194. അടിയിൽ എന്താ എ അല്ലേ? അത് 10 അല്ലേ? ഇത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത് കേട്ടോ. സോ ദെൻ അടുത്തത് ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് 10 ആൻഡ് നോക്കിക്കോട്ടോ, സ്ക്വയർ പിരമിഡ് ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 10, അതേപോലെ തന്നെ സ്ലാൻഡ് ആയിട്ട് എല്ല് തന്നിട്ടുണ്ട് 15. എടാ വോളിയം കാണണമെങ്കിൽ അറിയില്ലടാ 1/3 a². അപ്പൊ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. എച്ച് അറിയണ്ടേ? എൽ അറിയാം, എ അറിയാം, എച്ച് അറിയോ? എച്ചും എല്ലും എയും തമ്മിലുള്ള ഇക്വേഷനിലല്ല L² = h² + a/2². അപ്പൊ എന്താ വരിക? L² = h² അറിയാം. h² കാണണ്ടല്ലേ? അപ്പൊ h² എന്താ വരിക? L² + a/2² കണ്ടിട്ട് -a/2² ആവും. എന്താ ഈ റിലേഷൻ പഠിച്ചിരിക്കണം. എങ്ങനെ വരും വെച്ച് കഴിഞ്ഞാൽ h² ഒറ്റ കീർത്ത +a/2² ഇങ്ങോട്ട്. അപ്പൊ എന്താ L² - a/2² = h² എന്നാണ് വരിക. ഞാനത് തിരിച്ചിപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ. സോ ദെൻ h² = L എത്രടാ? L 15 അല്ലേ? അപ്പൊ L² 15a² മൈനസ് മതില്ലേ? സോറടാ. So then, മൈനസ് എന്റെ പകുതി, എ 10 അല്ലേ? അപ്പൊ എന്റെ പകുതി 5² 15ന്റെ സ്ക്വയർ 225 -5ന്റെ സ്ക്വയർ 25. യു വിൽ ഗെറ്റ് 200. ഇത് h² ആണ്. h എന്താ വരിക എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. h √200 അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ നെറ്റോ. √200 നമുക്ക് എന്ത് ചെയ്താം? √100 × 2 എഴുതി ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം 100 ആരുടെ സ്ക്വയർ ആണ്? 10ന്റെ അല്ലേ? അപ്പൊ 100ന്റെ √10. കാരണം റൂട്ടുള്ള ആൾക്കാരൊക്കെ പുറത്ത് കയറും. 100ന്റെ √10 ഇൻറ്റു റൂട്ടിന്റെ ഉള്ളിൽ ആയിരിക്കും 2 റൂട്ടിലല്ലോ ഉണ്ട്. 1.414 അത് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? അതൊന്നും ഓർക്കണില്ല. 10√2 കിട്ടി ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കിട്ടിട്ടോ. ഹൈറ്റ് ഇവിടെ കിട്ടി 10√2 കിട്ടി. ഹൈറ്റ് 10√2 കിട്ടി. അതേപോലെ തന്നെ എ ഇവിടെ ഉണ്ട്. സോ ഹൈറ്റ് എത്ര കിട്ടി? 10√2 ആണോ അല്ലേ? സോ നോക്കാം എങ്ങനെ ചെയ്യാം. 1/3 ഇൻറ്റു a² a10 a² ഇൻറ്റു h എത്ര? 10√2. ദാറ്റ് മീൻസ് 1/3 ഇൻറ്റു 10ന്റെ സ്ക്വയർ 100 ഇൻറ്റു 10√2. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 ഇൻറ്റു 100 ഇൻറ്റു 10 അഥവാ 100 ഇൻറ്റു 10,000 ഇൻറ്റു √2 divided by 3 is the answer. Volume is equal to 1000√2 divided by 3 cm³ ആണ് വരിക. ഏരിയ എപ്പോഴും സെന്റിമീറ്റർ² വരിക. വോളിയം സെന്റിമീറ്റർ³ ഡയമെൻഷനിലാണ് വരിക. സോ ദെൻ ഇതും കൂടി ചെയ്തിട്ട് സ്ക്വയർ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിർത്തും. ഇത് പാർട്ട് 1 ആയിട്ട് ഉണ്ടാവും കുറെ അധികം. അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവാണ്. ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ദെൻ കോൺ എന്ന് പറഞ്ഞ ഒരു ഷേപ്പാണ്. കോൺ എന്ന് പറഞ്ഞ ഷേപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോണിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കോൺ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഒരു സർക്കിളിൽ നിന്ന് നമ്മളൊരു പിസയുടെ ഒക്കെ ഷേപ്പിലിടാം. പിസ നമ്മൾ കട്ട് ചെയ്തെടുക്കലില്ല, ഇങ്ങനെ ഓരോ പീസ്. അതേപോലെ ഒരു ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്ടർ. എന്താ വിളിക്കുക? സെക്ടർ. ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്, അഥവാ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ സെക്ടറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. റേഡിയസ് ഓഫ് ദ സെക്ടർ ആണ്. സെക്ടർ റോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുത്തു, എന്നിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? ഞാനിതൊന്ന് റോൾ ചെയ്യാണ്. കണ്ടോളി, ഈ തലപ്പും പിടിച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിലേക്ക് മാറൂലേടാ. ബർത്ത്ഡേക്കൊക്കെ വെക്കുന്ന തൊപ്പി കണ്ടിട്ടില്ലേ? കോൺ ഐസ്ക്രീമിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? മേശപ്പുത്തിരിയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് കോണിന്റെ ഷേപ്പാണ്. വൃത്തസ്തൂപിക, സമേതര സ്തൂപിക കഴിഞ്ഞു, ഇനി വൃത്തസ്തൂപികയിൽ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പില് മനസ്സിലാക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനടിയിൽ ഒരു ചെറിയ കുഞ്ഞു വൃത്തല്ലേ, അതല്ലേ അതിന്റെ ബേസ്, അതിന്റെ റേഡിയസ് ആണ് കുഞ്ഞ് ആറ്, സ്മോൾ ലെറ്റർ ആറ്. ബേസ് റേഡിയസ് ഓഫ് കോൺ ആയിട്ടപ്പോ പിന്നെ ഹൈറ്റ് അറിയില്ല, HL എന്ന സ്ലാൻഡ് ഹൈറ്റ്. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, എടമക്കളെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നെറ്റരുത്. എടാ ഇത് മടക്കുക കഴിയുന്ന സമയത്തും ഇതേ നീളം നല്ലേടാ ഇവിടെ വരിക. ഞാൻ കുറച്ച് വലുതാക്കി വരച്ചേ ഉള്ളൂ. ഇത് മടക്കിയിട്ട് ഉണ്ടാക്കണ സാധനം, ഇത് റോൾ ചെയ്തിട്ട് ഇത് വെടുക്കും റോൾ ചെയ്തിട്ട് ഇപ്പൊ ഉണ്ടാക്കണ സാധനല്ലേടാ ഇത്. ഇതിന്റെ അതേ നീളം തന്നെയല്ലേടാ ഇത് വരിക. ഞാൻ കുറച്ച് വലുതാക്കി ഇവിടെ വരച്ചേ ഉള്ളൂ. സോ R=L എന്നുള്ളൊരു സാധനം പഠിച്ചു വെക്കണം. ക്യാപിറ്റൽ ആറും എല്ലും സെയിം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 2D ഉള്ളത് 3D ആയിരുന്നേ ഉള്ളൂ, 3D ഷേപ്പ് ആയിരുന്നേ ഉള്ളൂ. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ഇക്വേഷൻ ഇതാണ്. x/360 = R/L. പഠിച്ചു വെച്ചോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഇക്വേഷൻ ബേസ് ഏരിയടാ. ഇവിടുത്തെ ബേസ് എന്താടാ? സർക്കിൾ അല്ലേടാ. സർക്കിളിന്റെ ഏരിയ എന്താടാ മക്കളെ? πr² അല്ലേടാ. πr² അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ πr ആണ്. പഠിച്ചു വെച്ചോ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ആരെങ്കിലും ചോദിച്ചാൽ അടിയത്തും കൂടി സൈഡത്തും കൂടി കൂട്ടിയിട്ട് πr² πr കൂടി കൂട്ടിയിട്ട് πr² + πr എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി വോളിയം എന്താ വരിക?
ഞാൻ പറഞ്ഞു പിരമിഡ് ഷേപ്പ് അപ്പെക്സിൽ ഏതൊരു ഷേപ്പിന് വോളിയം 1/3 വരും. ഇനി എപ്പോഴും വോളിയത്തിന്റെ ഇക്വേഷൻ ബേസ് ഏരിയന്റെ ഇപ്പോൾ ഹൈറ്റ് ഇട്ടാൽ മതി. ബേസ് ഏരിയ എന്താ പറയുക, ബേസ് സർക്കിൾ അല്ലേ, സർക്കിളിന്റെ ഏരിയ πr² ഇൻറ്റു ഹൈറ്റ് ഇതായിരിക്കും വരിക. മറക്കണ്ട, പിരമിഡ് ഷേപ്പ് ആയതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് വരും, 1/3 വരും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലുണ്ടാകുന്ന ഈ ഒരു പിരമിഡ് ഷേപ്പിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടുകൊണ്ട് H ഉം R ഉം L ഉള്ള. സോ അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടോ. ഇതാ H, ഇത് R, ഇത് L. എന്താ ഇക്വേഷൻ, നിങ്ങൾ ട്രിക്ക് പഠിച്ചാൽ മതി. ട്രിക്ക് ഇതാണ്, LHR. LHR നോക്കിക്കോ. ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് ആണ് L, ആൾട്ടിറ്റ്യൂഡ് ആണ് H, ബേസ് ആണ് R. സോ ദ ആൻസർ ഈസ് L² എന്താ പൈതഗോറസ് റിലേഷൻ വരെ, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. L² H² പ്ലസ് R². ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ H² എന്താ വരിക, പ്ലസ് R² ഇങ്ങോട്ട് തട്ടിയാൽ എന്ത് വരും, L² മൈനസ് R² എന്ന് വരില്ലേ. ഇത് ഞാൻ അപ്പുറത്ത് എഴുതിയേ ഉള്ളൂ കേട്ടോ. H² അപ്പുറത്ത് എഴുതി, ജസ്റ്റ് തിരിച്ച് എഴുതിയെന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഞാൻ അതിൽ നടത്തിയിട്ടില്ല. സോ ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക, ബാക്കി രണ്ടെണ്ണം അതിൽ നിന്ന് ചെയ്യാൻ ഒതുക്കുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ R² ആണെങ്കിൽ മൈനസ് R² അങ്ങോട്ട് പോയാൽ പ്ലസ് R² ആയി, പ്ലസ് H² ഇങ്ങോട്ട് വന്നാൽ മൈനസ് H² ആയി. ജസ്റ്റ് അതങ്ങോട്ടും ഇതിങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാന്നല്ലാതെ വേറെ പരിപാടികളൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. സോ ദെൻ നമ്മൾ അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കണ്ടന്റുകൾ കുറച്ചായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് തീർത്തു തരാം. നോക്കിക്കോടാ, കുറേയധികം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, സിലിണ്ടറിന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ മക്കളെ. സിലിണ്ടറിന്റെ ബേസ്, 2 ബേസ് ഉണ്ട്. ആരവണ പായസത്തിന്റെ കട്ടി ഇങ്ങനെ കണ്ടിട്ടില്ലടാ, ആ ഷേപ്പാണ് സിലിണ്ടറിന് 2 ബേസ് ഉണ്ട്. അടിയിലൊരു ബേസും ഉണ്ട്, മേലൊരു ബേസും ഉണ്ട്. ഇത് പിരമിഡ് ഷേപ്പ് അല്ല, ഇറ്റ് ഈസ് പ്രിസം, സർക്കുലർ പ്രിസം ആണത്. ഇതിന് ഒരു ഒറ്റ എന്താ എല്ലില്ലാത്ത ശരിവില്ലല്ലോ, അതുകൊണ്ട് എല്ലില്ല. സോ ബേസ് ഏരിയ πr², കർവ്ഡ് സർഫസ് ഏരിയ 2πrh ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ മേലെ ഒരു πr² ഉണ്ട്, സൈഡിൽ 2πrh ഉണ്ട്, അടിയിൽ ഒരു πr² ഉണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ എന്താ വരിക, ഇവിടെ ഒരു πr², ഇവിടെ ഒരു πr² കൂടി കൂട്ടി 2πr² പ്ലസ് സൈഡിൽ 2πrh. മറക്കണ്ട, ഈ 3 ഇക്വേഷൻസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. ഈ 3 ഇക്വേഷൻസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും പഠിക്കണം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണ്. കാരണം ഈ ഒരു പേരിലുള്ള ടോപ്പിക്, സിലിണ്ടർ എന്ന് പറഞ്ഞ പേരിലായിട്ട് ടോപ്പിക് ഇല്ല. ഇതിൽ വോളിയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് വോളിയത്തിന്റെ ഇക്വേഷൻ ആണ്. വോളിയത്തിന്റെ ഇക്വേഷൻ പഠിച്ചു നോക്കുക. πr² ചെയ്യാൻ പറഞ്ഞു. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താടാ, വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയന്റെ ഹൈറ്റ് ഇട്ടാൽ മതി. ഇവിടുത്തെ ബേസ് സർക്കിൾ അല്ലേ, πr² ഇൻറ്റു H. ഇവിടെ സിലിണ്ടർ മറ്റേ പിരമിഡ് ഷേപ്പ് അല്ല, പിരമിഡ് കൂർപ്പുള്ള ഷേപ്പ് അല്ലാത്തത് കൊണ്ട് 1/3 ഇല്ല, അല്ലെങ്കിൽ 1/3. ഇതാണ് ഇക്വേഷൻ πr² H. ഇനി സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട്, സ്ഫിയർ എന്തില്ല, സ്ഫിയർ നമ്മളെ ഫുട്ബോളിന്റെ ഒക്കെ ഷേപ്പില്ലേ, അതിന് ബേസ് ഇല്ല. എന്തില്ലടാ, ബേസ് ഇല്ല. ഫുട്ബോൾ ഇങ്ങനെയല്ലേ വരിക. അത് നമ്മളിപ്പോ ഒരു നിലത്ത് വെച്ച് കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇളം കാറ്റ് വന്ന് അതിന്റെ ഒപ്പം തഴുകേണ്ട പോലെ, ബിക്കോസ് അതിന് എന്തില്ല, ബേസ് ഇല്ല. ഇപ്പൊ ഈ ഒരു പെണ്ണിന് ബേസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിൽക്കും, കറക്റ്റാണെങ്കിൽ നിൽക്കും. ഇത് അവിടെ നിന്ന് വേണ്ട, ഞാൻ പിടിക്കാതെ പോലെ നിന്നു. അതെന്തുകൊണ്ടാ പിടിക്കണ്ടേ, കാരണം ഇത് അത്യാവശ്യത്തിന് പൈസ കിട്ടും. നോക്കിക്കോ, ഇതിന് ബേസ് ഉണ്ട്, അതുകൊണ്ട് നിലത്ത് നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് വെച്ചാൽ വെക്കും. പക്ഷെ ഫുട്ബോളിന് പോലത്തെ ഷേപ്പിന് ബേസ് ഇല്ല. നമ്മൾ ഈ ഒരു സ്ഫിയറിന്റെ കാര്യം പഠിക്കുന്ന സമയത്ത് ഞാനൊരു വത്തക്കയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ തണ്ണിമത്തനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. കാരണം ഉണ്ട്, അങ്ങോട്ട് പോയിക്കോ. ഇതൊരു വത്തക്കയാണ്, എഴുതിക്കോ. വത്തക്ക ഈ ഷേപ്പിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ട് എന്നുണ്ട് കരുതുക. ഇതിന്റെ ഈ ഒരു ഭാഗമാണ് ഒരു പച്ച തൊലിയുള്ള ഭാഗമല്ലേ മക്കളെ. ഇതൊരു പച്ച തൊലിയല്ലേ വരിക. ഇതിന്റെ ഉള്ളിൽ ചോപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല, തൊലി പൊളിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളിലുള്ള ചോപ്പ് നോക്കണ്ട, പുറത്തുള്ള തൊലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സർഫസ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ 4πr² ആണ് പഠിച്ചു വെച്ചോ. വോളിയം 4/3πr³. കാരണം അത് പഠിച്ചുകൊണ്ട് 2 ഇക്വേഷൻ ഉള്ളൂ, സിമ്പിളാ. ഇത് ഞാൻ എന്തായിട്ടാണ് നടുമുറിച്ചാണ്. ഞാനിപ്പോ റമദാനൊക്കെ മറ്റേ വത്തക്കൊക്കെ വാങ്ങുന്ന നേരത്തെ ഞാൻ എന്തായാലും പകുതി കണ്ടാൽ മതി, ഞാൻ നടുമുറിച്ച വെച്ച് കിട്ടുന്ന ഷേപ്പാണത്. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിക്കണമെന്ന് അറിയില്ല, ഇതിൽ നമുക്ക് എന്തുണ്ടാവും, ചുവന്ന കളറില് വത്തക്കന്റെ ഒരു ഭാഗം കൂടി കാണാൻ പറ്റില്ല. അഥവാ സ്ഫിയറിന് ഇല്ലാത്തൊരു സാധനം ഈ സ്ഫിയറിനുണ്ട്, ബേസ്. ഇത് വേണമെങ്കിൽ നിലത്ത് കറക്റ്റ് വെച്ചാൽ വത്തക്ക കറക്റ്റ് നിൽക്കൂലേ. മറ്റേ വത്തക്ക അങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കളിച്ചു മണോ അല്ലെ, കാറ്റൊക്കെ വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടോ. ഇതാവുമ്പോ ഇവിടെ എന്തുണ്ടെന്ന് അറിയോ, കുരുള്ളേക്ക് ഒരു ഭാഗമല്ലേ, കുരു കണ്ടോ, കുരുക്കെ ഉണ്ട് ഇതില്, കുരുക്കെ ഉള്ള വത്തക്കന്റെ ഈ ഒരു ബേസ് ഇല്ലേ. അഥവാ സ്ഫിയറിനില്ലാത്തതും ഹെമിസ്ഫിയറിനുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ബേസ്. അതേപോലെ തന്നെ സൈഡിൽ ഏതാ കളറ് നമുക്ക് അറിയണ പോലെ തന്നെ സൈഡിൽ മറ്റേ എന്താ പച്ചത്തൊലിയാണ്, സൈഡിൽ എന്താണ് വത്തക്കന്റെ പച്ചത്തൊലിയാണ്. ദാറ്റ് മീൻസ് സൈഡിൽ സർഫസ് ഏരിയ. ടോട്ടൽ തൊലി, ഇത് ടോട്ടൽ പച്ചത്തൊലി അല്ലേടാ, ടോട്ടൽ പച്ചത്തൊലി അല്ലേ, ഇത് ടോട്ടൽ പച്ചത്തൊലിയാണ്. അഥവാ ടോട്ടൽ പച്ചത്തൊലിന്റെ വോളിയം ഏരിയ 4πr² ആണെങ്കിൽ പകുതി പച്ചത്തൊലിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇതെന്തായിരിക്കും, 4πr² പകുതി 2πr² ആയിരിക്കും. തൊലിന്റെ മാത്രം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ, വത്തക്കന്റെ കുരുള്ള ഭാഗമല്ലേ, അതല്ലേ ഇതിന്റെ ബേസ്, ആ ബേസിന്റെ ഏരിയ ആണ് πr². കാണാതെ പഠിച്ചോളേ. ഒരു വത്തക്കയുമായിട്ട് സ്ഫിയറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വത്തക്കയ്ക്ക്
കുരുണ്ട്, തിന്നാനുള്ള ചുവന്ന ഭാഗമുണ്ട്, പക്ഷെ ഇത് കാണാൻ പറ്റൂല. പുറത്ത് കാണുന്നതിന് മാത്രമേ സർഫസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ സർഫസ് ഏരിയയിൽ ഒരൊറ്റ സർഫസ് ഉണ്ടാവുള്ള തൊലിയുള്ള ഭാഗം, അതിനെയാണ് 4πr² എന്ന് വിളിക്കുന്നത്. ആ വത്തക്ക പകുതി മുറിച്ചാൽ അവിടെ പുതിയൊരു ഭാഗം കൂടി, പുതിയൊരു മുഖം കൂടി അവിടെ ഫോം ചെയ്യപ്പെടും. തൊലിയല്ല കുരുള്ള ഒരു ഭാഗമല്ലേ, കുരുക്കെ എണ്ണാൻ പറ്റണ ചുവന്നതാണോ അത് അത്ര ചോപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു ഭാഗമാണ് ഇതിന്റെ ബേസ്. അത് വെച്ച് നിലത്തൊക്കെ വെക്കാം. അത് അഥവാ ഒരു ഫുൾ സ്ഫിയറിന് ഇല്ലാത്തൊരു സാധനം ഹെമിസ്ഫിയറിനുണ്ട്, അതാണ് അതിന്റെ കുരുക്കെ ഉള്ള ബേസ്. ബേസ് എന്താണടാ? ഒരു വത്തക്കന്റെ ബേസ് ആരെങ്കിലും ചതുരത്തിൽ കണ്ടിക്കണോ? ഇല്ലല്ലോ, സർക്കിൾ അല്ലേ. അപ്പൊ സർക്കിളിന്റെ ബേസ്, ഇത് ബേസ് സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ πr² അല്ലേ, ഇതാണ് ഇതിന്റെ ബേസ് ഏരിയ. മറക്കണ്ട, സൈഡിൽ ആ തൊലിയുള്ള ഭാഗമല്ലേ, ആ തൊലിയുള്ള ഭാഗം ഫുൾ തൊലിന്റെ ഏരിയ 4πr² ആണെങ്കിൽ പകുതി തൊലിന്റെ ഏരിയ എത്ര കാരണം 2πr². ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ 1πr²ഉം 2πr² കൂടി കൂട്ടിയാൽ 1πr², 2πr² കൂടി കൂട്ടിയാൽ എത്ര πr² ആയിടാ? 3πr². മറക്കരുത്. ഇനി വോളിയം 2/3 πr³. വോളിയത്തിന്റെ ഇക്വേഷൻ 2/3 πr³. കാരണം എന്താ? ഫുൾ വത്തക്കന്റെ വോളിയം 4/3 πr³ അല്ലേ, അതിന്റെ പകുതിയാണ് 2/3 πr³. ഇത്രയുമാണുള്ളത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു, കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. വാട്ട് ആർ ദി റേഡിയസ് ഓഫ് ദ ബേസ്? അഥവാ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് ഇതിലെ ടേംസ് ആണ്. ടേംസ് ഞാൻ കുറച്ച് പറഞ്ഞില്ലേ. എക്സ് എന്ന സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്. ആർ എന്ന് പറഞ്ഞ സെക്ടറിന്റെ റേഡിയസ് ആണ്. ആർ എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ ആണ് ബേസ് റേഡിയസ് ആണ്. ബേസിൽ കുഞ്ഞ് സർക്കിൾ, അത് വലിയ സർക്കിളാണ്, ആണോ അല്ലേ? സോ അതുകൊണ്ടാണ് വലിയ ആർ, ഇവിടെ കുഞ്ഞാറ്. മറക്കരുത്, ബേസിന്റെ റേഡിയസ് ആണ്, അത് കോണിന്റെതാണ്. എൽ സ്ലാൻഡ് ഹൈറ്റ്, എച്ച് ഹൈറ്റ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളൂ. റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് കണ്ടു നോക്കിക്കോട്ടെ. ബേസിന്റെ സ്ലാൻഡ് ഹൈറ്റ് നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പൊ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ x 60. അപ്പൊ സെൻട്രൽ ആംഗിൾ കണ്ട ഞാൻ അപ്പൊ ഇതും 60, എക്സ് ആണ് 60. കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ, അഥവാ വലിയൊരു സർക്കിളിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള സാധനം 60 ഡിഗ്രിയിൽ കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം റോൾ ചെയ്ത് കണ്ടാണ് ഞാൻ ഇവിടെ എന്തുണ്ടാക്കുന്നത്? ഇതിന്റെ ബർത്ത്ഡേ തൊപ്പി അല്ലെങ്കിൽ കോൺ ഐസ്ക്രീമിന്റെ കോണ് ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അവിടെ ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അഥവാ ഇത് ഈ കോൺ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ എടുത്ത സർക്കിളിന്റെ റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്. അഥവാ ക്യാപിറ്റൽ ലെറ്റർ R 10. ആർക്കെങ്കിലും പറയാൻ പറ്റും സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്നുള്ളത്? ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ആണ് കാണാനുള്ളത്. സ്ലാൻഡ് ഹൈറ്റ് ഞാൻ പറഞ്ഞിട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ R = L പഠിച്ചു വെച്ചുകൊണ്ട്. അപ്പൊ L എത്ര തന്നെയാണ്? 10 തന്നെയാണ്, ആണോ അല്ലേ? ഇനി അതേപോലെ തന്നെ റേഡിയസ് കാണുന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ ഒക്കെ തന്നാൽ ഒരൊറ്റ റിലേഷനേ ഉള്ളൂ. ഞാൻ ഓർമ്മയുള്ള ഒരൊറ്റ റിലേഷൻ, അത് നിങ്ങൾക്കും തന്നെയാണ്. R/L. x/360 = R/L. എക്സ് എത്രയുടെ? 60 അല്ലേടാ. 60/360 R അറിയില്ല, പക്ഷെ L അറിയാം, 10 ആണ്. ഇവിടെ ഒരു പൂജ്യം വെട്ടിപ്പോയില്ലടാ. ഇവിടെ ഒരു പൂജ്യം വെട്ടിപ്പോയില്ലടാ. 0 വെട്ടിപ്പോയില്ലടാ. 6ഉം 36ഉം ആറിന്റെ ഗുണന പട്ടികയിലില്ലേ? 6ൽ എത്ര ആറുണ്ടടാ മക്കളെ? 6ൽ ഒരൊറ്റ ആറുള്ളൂ. ഇനി അതേപോലെ തന്നെ 36ൽ എത്ര ആറുണ്ടടാ മക്കളെ? 36ൽ 6 ആറുണ്ടടാ മക്കളെ. സോ ദാറ്റ് മീൻസ് ഇവിടെ 1/6 എന്ന് കിട്ടും, ഇവിടെ R/10 എന്ന് കിട്ടും. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രോസ് ചെയ്യാം. ഇവിടെ നിങ്ങോട്ടും ക്രോസ് ചെയ്യാം, ഇവിടെ അങ്ങോട്ടും ക്രോസ് ചെയ്യാം. ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6 × R. 6R = ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1 × 10 എന്ന് കിട്ടും, ആണോ അല്ലേ? 6R വേണ്ട, 6 മതി. R = 1 × 10 എത്രടാ? 10 അല്ലേ? × 6 അങ്ങോട്ട് ചാടിയാൽ /6. ഇത് വേണമെങ്കിൽ ഒന്ന് പകുതിയാക്കാം. 10/6 ഒന്ന് വെട്ടി ചെറുതാക്കിക്കൂടെ? രണ്ടിന്റെ ഗുണന പട്ടികയിലുള്ള ആൾക്കാരല്ലേ? 10ന്റെ പകുതി 5, 6ന്റെ പകുതി 3. സോ ദാറ്റ് മീൻസ് റേഡിയസ് = 5/3. 1.6666 എന്നൊക്കെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നൊന്നും വേണ്ട. റേഡിയസ് = 5/3 സെന്റിമീറ്റർ എന്ന ഏരിയയിൽ തന്നെ മാർക്കണ്ട. അപ്പൊ റേഡിയസും കിട്ടി, ബേസിന്റെ റേഡിയസും കിട്ടി, സ്ലാൻഡ് ഹൈറ്റും കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് അപ്പൊ തന്നെ കിട്ടി. ക്യാപിറ്റൽ ലെറ്റർ R എന്താണ്? അത് തന്നെ സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ ആണല്ലോ? ക്യാപിറ്റൽ ലെറ്റർ R ഇല്ലേ? സെക്ടർ വെട്ടിയെടുത്ത സർക്കിൾ, ആ കോൺ ഉണ്ടാക്കാൻ വെട്ടിയെടുത്ത സർക്കിളിന്റെ റേഡിയസ് എപ്പോഴും ക്യാപിറ്റൽ R വെക്കാറും. ഇത് ചെറിയതല്ലേ, ബേസ് റേഡിയസ് എന്ന് പ്രത്യേകം പറയും. So then അത് മാറരുത്. വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ്? ബേസിന്റെ റേഡിയസ് 10 കണ്ടോ? അങ്ങനെ സാധനം കിട്ടി കാണണം. ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് എല്ലാണേ. അപ്പൊ 25 എടാ. എല്ലും 6ഉം കിട്ടിയ സെൻട്രൽ ആംഗിൾ സിമ്പിൾ ആയിട്ട് കാണാം. എന്താണ് ഇക്വേഷൻ? x/360 = R/L അല്ലേടാ. x/360 = R എത്രടാ? 10 അല്ലേടാ. L എത്രടാ? 25 അല്ലേടാ. 10ഉം 25ഉം 5ന്റെ ഗുണന പട്ടികയിലില്ലേ? അപ്പൊ അത് വെട്ടിയാൽ എന്താ വരിക? 10ന് 25 വെട്ടിയതാ. 10ന് വെട്ടിയാൽ എത്ര വരും? 10ന് വെട്ടിയാൽ എത്ര വരുടാ? 10ന് വെട്ടിയാൽ 10ഉം 25ഉം 5ന്റെ ഗുണന പട്ടികയിൽ 2ന് വെട്ടിയ 10ൽ എത്ര 5 ഉണ്ട്? 2 5. 25ൽ എത്ര 5 ഉണ്ട്? 5 5. സോ ദാറ്റ് മീൻസ് 2/5 എന്ന് കിട്ടും. ഇവിടെ x/360 എന്ന് വരും. എങ്ങനെ ക്രോസ് ചെയ്യുക? x × 5 5x = 360 × 2 360 × 2 360 × 2. That means x =
5x is equal to 360 into 2 720 എന്ന് വരും. x is equal to 720 divided by 5 ചെയ്താൽ you will get 144 is the answer. സെന്റിമീറ്റർ അല്ല, ഇത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ ആകുമ്പോൾ ഡിഗ്രി 144 ഡിഗ്രി എന്നുള്ള ആൻസർ കിട്ടും. So then we are going to the next question. What is the ratio of the base radius and slant of a cone made by rolling up a semicircle? ഇടാ, ഒരു സർക്കിളിന്റെ ഫുൾ ആംഗിൾ 360 അല്ലേടാ മക്കളെ. അപ്പൊ ഒരു സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയ്ക്കാരുടെ? സെൻട്രൽ ആംഗിൾ 180 അല്ലേടാ മക്കളെ. എത്ര ഉള്ള പരിപാടി? തീർന്നു. അഥവാ സർക്കിളിൽ നിന്ന് ഒരു സെമി സർക്കിൾ ഞാൻ വെട്ടിയെടുത്തിട്ട് ഇതിനെ ഞാൻ റോൾ ചെയ്തിട്ട് ഞാനൊരു കോൺ ഉണ്ടാക്കുകയാണ്. ഈ കോണിന്റെ റേഡിയസ്, ബേസ് റേഡിയസും സ്ലാൻഡ് ആയിട്ടും എല്ലാം തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം? സെമി സർക്കിൾ എന്ന് കണ്ടാൽ സർക്കിളിന്റെ ഫുൾ ആംഗിൾ 360. അപ്പൊ സെമി സർക്കിൾ എന്നുണ്ടാ സെൻട്രൽ ആംഗിൾ എത്ര? 360ന്റെ പകുതി 180 ഡിഗ്രി. ഇത് എത്ര പഠിക്കാനുള്ളൂ. അപ്പൊ ഇത് എന്തിന്റെ ആംഗിൾ ആടാ? ഇത് എന്തിന്റെ സെൻട്രൽ ആംഗിൾ ആടാ? സെൻട്രൽ ആംഗിൾ ഓഫ് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം അഥവാ അർദ്ധവൃത്തമാണ് നമ്മുടെ മടക്കിയൊക്കെ ഉണ്ടാക്കിയാണ്. സിമ്പിളാ. ഇനി റിലേഷൻ ഇടാം. x by 360 is equal to r by l അല്ലേ? x എത്രടാ? 180 by 360 is equal to r by l അല്ലേടാ? x by നോക്കിക്കോട്ടോ, 180 0 വെട്ടി 18 36 18ന്റെ ഇരട്ടി അല്ല 36 18 36 18ന്റെ ഗുണന പട്ടികയിലുണ്ട്. 18ൽ എത്ര 18 ഉണ്ട്? 1. 36ൽ എത്ര 18 ഉണ്ട്? 2. സീക്വൽ ടു r by l. ഇതൊന്നും തിരിച്ചെഴുതിട്ട് r by l സീക്വൽ ടു 1/2. എടാ, r by l നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് r/2l എന്ന് എഴുതാം. 1/2 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 എഴുതാം. അതുകൊണ്ട് കൊണ്ട് മാറ്റി എഴുതാന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതാണ് റേഷ്യോ. ബേസ് റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ നിർത്തിയാൽ ഒരു കുഴപ്പമില്ല, മാർക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ. ബേസ് ഡയമീറ്റർ ആണ് 30. എടാ, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 30 ആണെന്ന് റേഡിയസ് അതിന്റെ പകുതിയല്ലേ 15 അല്ലേ? അപ്പൊ ബേസ് റേഡിയസ് 15. ഇനി ആൻഡ് ഹൈറ്റ് h കിട്ടി. ഹൈറ്റ് 20 ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, എളുപ്പത്തിന് ഞാൻ പറയാം 25 കാര്യം നോക്കി നോക്കാം. ഒരു കോണില് ഇതാണ് h 20, ഇതാണ് r 15, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എടാ, റൈറ്റ് ട്രയാങ്കിൾ ഉള്ളൂ. LHR എന്താ? L സ്ക്വയർ സീക്വൽ h സ്ക്വയർ പ്ലസ് r സ്ക്വയർ. ഇത് ചെയ്താൽ L സ്ക്വയർ സീക്വൽ h എത്രയടാ? 20 സ്ക്വയർ പ്ലസ് r എത്രയടാ? 15 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 225. ദാറ്റ് ഈസ് ഈക്വൽ ടു 625. ഇതാണ് L സ്ക്വയർ. അപ്പൊ L ഈക്വൽ ടു റൂട്ട് 625. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. L കിട്ടി. അപ്പൊ എല്ലും കിട്ടി 25. ഇനി എന്താ കാണേണ്ടടാ? ടോട്ടൽ സർഫസ് ഏരിയ. ഒരു കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചു വെച്ചോളിയും. വെറും സർഫസ് ഏരിയ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. πr സ്ക്വയർ പ്ലസ് πrl. So that means pi into radius എത്രടാ? 15 അല്ലേ? 15 സ്ക്വയർ പ്ലസ് pi into radius 15 into l എത്രടാ? 25 അല്ലേടാ? So the answer is 225 pi plus 15 into 25 you will get 375 pi. ആണോ അല്ലേ? Yes. So the answer is 225 കൂടി 600 pi centimeter square is the right answer. ഇത്രയുള്ള പൈന്റെ വാല്യൂ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ. സോ ദെൻ അടുത്തതായിട്ട് എ കോണിക്കൽ ഫയർവർക്ക് ഓഫ് ബേസ് ഡയമീറ്റർ. ബേസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഡയമീറ്റർ d 10 ആണെങ്കിൽ റേഡിയസ് എത്രയ്ക്കാരടാ? 5 അല്ലേ വരും. അതിന്റെ പകുതിയിൽ വരും. അതിന്റെ ഹൈറ്റ് എന്താ? 12 സെന്റിമീറ്റർ. 10,000 സച്ച് ഫയർ വർക്ക്സ്. കോണിക്കൽ ഫയർ വർക്ക് മനസ്സിലായോ? ഇതാണ് ഫയർ വർക്ക്. മേശപൂത്തിരിടാ. കോണിന്റെ ഷേപ്പിലുള്ള ഒരൊറ്റ സാധനം ലോലപ്പടക്കൊന്നല്ലോ മേശപൂത്തിരി അല്ലെങ്കിൽ പൂക്കുറ്റി എന്ന് പറയില്ലേ? ഈ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് മുന്നിൽ വെച്ച് കണ്ട് കത്തിച്ച. സോ അതാണ് സംഭവം. അതിന് വർണ്ണക്കടലാസൂതിയാണ്. എടാ, വിൽക്കുന്ന നേരത്തൊക്കെ നിങ്ങൾ വാങ്ങുന്ന നേരത്തൊക്കെ നല്ല വർണ്ണക്കടലാസൂതി ഞാൻ അത് കാണാം. സത്യം പറഞ്ഞാൽ ചട്ടക്കണ്ടാണ് അതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് വർണ്ണക്കടലാസൂതിയാണ്. പുറത്തും സൈഡിലും അടിയിലൊക്കെ പൊതിയും. ആണോ അല്ലേ? സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടാലേ എത്ര ഭാഗത്ത് പൊതിയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം 10,000 എണ്ണത്തിനൊന്നും കാണരുത്, ഒന്നിന്റെ കാണണം. ഒന്നിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 കോണിക്കൽ ഫൈബർ കോൺ എന്ന് വിളിക്കാം. അപ്പൊ ഒന്നിന്റെ കോൺ എങ്ങനെ? ഒന്നിന്റെ എന്താ ടോട്ടൽ സർഫസ് ഏരിയ? എന്താ? πr സ്ക്വയർ പ്ലസ് πrലാണ്. ആണോ അല്ലേ? ഇവിടെയാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചത്. എല്ലാം അറിയില്ല. എല്ല് കണ്ടുകൂടെയാണ്. L ഈക്വൽ ടു L സ്ക്വയർ ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് r സ്ക്വയർ എന്ന ഇക്വേഷൻ അറിയില്ലേ? h എത്രയടാ? 12 സ്ക്വയർ പ്ലസ് r എത്രയടാ? 5 സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു L സ്ക്വയർ. L നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ L ഈക്വൽ ടു 13 കിട്ടും. മറക്കരുത് കേട്ടോ. സോ ദെൻ L കിട്ടി. പൈ ഇൻറ്റു റേഡിയസ് എത്രയടാ? 5 സ്ക്വയർ പ്ലസ് പൈ ഇൻറ്റു 5 ഇൻറ്റു L എത്രയടാ? 13 അല്ലേടാ? സോ ദ ആൻസർ ഈസ് 5 സ്ക്വയർ 25 പൈ പ്ലസ് 5 ഇൻറ്റു 13 65 പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഫുള്ള് സെന്റിമീറ്ററിലാട്ടോ. അത് ക്വസ്റ്റ്യൻ മൊത്തം സെന്റിമീറ്ററില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാല് ഒരു 2 rupees പെർ സ്ക്വയർ മീറ്റർ ആണ്. ഒരു മീറ്റർ സ്ക്വയറിനാണ് പൈസ. സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർക്ക് മാറ്റണം. അത് അവിടെ ലാസ്റ്റ് മാറ്റാം. ഇനി ഒരൊറ്റ കോണിലല്ലേ കണ്ടിട്ടുള്ളൂ. ടോട്ടൽ 10,000 കോണില്ലേ? ടോട്ടൽ 10,000 കോൺസിന്റെ എത്ര വരും പറഞ്ഞാണ്? എന്താ കേട്ടോ? 1ന്റെ 90 പൈ. അപ്പോ ഞാനിപ്പോ 1 മണിക്കൂറുടെ ക്ലാസ് എടുത്ത് 5000 റുപ്യ എഴുതിക്കോ. ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുത്ത് എത്ര? 2 × 5000 10,000 കിട്ടൂലേ? അതേപോലെ തന്നെ 90 പൈ ഇൻറ്റു 10,000 കോണിന്റെ അല്ലേ? അപ്പൊ 10,000 എന്ന് ഗുണിക്കുക. സോ ദ ആൻസർ ഈസ് 9 ലക്ഷം പൈ സെന്റിമീറ്റർ സ്ക്വയർ. പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ പൈസ കൊടുക്കുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അത് ആലോചിച്ച് നോക്കി. സെന്റിമീറ്റർ സ്ക്വയറിനൊക്കെ ആണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ 2 റുപ്യ.
9 ലക്ഷം പൈ ആണ്. പൈന്റെ വാല്യൂ 3.14 ആണ്. അതൊക്കെ വെച്ച് ഏകദേശം 30 ലക്ഷം സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് 2 റുപ്യ വെച്ച് 30 ലക്ഷം സെന്റിമീറ്റർ സ്ക്വയറിന് 60 ലക്ഷം റുപ്യ നിങ്ങൾ വർണ്ണക്കടലാസ് പുതിയ ഒരു പടക്ക കച്ചവടക്കാർ 60 ലക്ഷത്തിന് കച്ചവടം ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോകുമോ? ഇല്ലല്ലോ. സോ സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ ആണെങ്കിൽ മീറ്റർ സ്ക്വയറിലേക്കാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ 100ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക. 100ന്റെ സ്ക്വയർ 100 × 100 10,000 ആണ് കേട്ടോ. 100ന്റെ സ്ക്വയർ എത്രയാണ്? 10,000. അഥവാ ഇവിടുത്തെ 2 പൂജ്യം ഒരട്ടം കൂടി റിപ്പീറ്റ് ചെയ്യും. 2 പൂജ്യം. സോ ദ ആൻസർ ഈസ് 9 ലക്ഷം പൈ ബൈ 10,000. 10,000 കൊണ്ട് ഹരിച്ച യു വിൽ ഗെറ്റ് മീറ്റർ സ്ക്വയർ കേട്ടോ. സോ 0.0000000 വെട്ടിയാൽ നിങ്ങൾ തിരിച്ച് 90 പൈ മീറ്റർ സ്ക്വയറിലേക്ക് തന്നെ എത്തും. സോ നോക്കി നോക്കാം എങ്ങനെയാ കോസ്റ്റ് വരിക. ഒരു മീറ്റർ സ്ക്വയർ വർണ്ണക്കടലാസിന് 2 റുപ്യ എന്നാ പറഞ്ഞേ. അഥവാ 90 പൈ മീറ്റർ സ്ക്വയറിന് എത്ര വരും? 90 പൈ ഇൻറ്റു 1ന് 2 റുപ്യ വെച്ച് 90 പൈ ഇൻറ്റു 2 എന്ന് വരും. 90 ഇൻറ്റു പൈ എത്രയിടാ? 3.14 ഇൻറ്റു 2 അല്ലേ വരിക. ആദ്യം നിങ്ങൾക്ക് അറിയണേ ചെയ്യാം. 90 × 2 ചെയ്തൂടെ? 90 × 2 എത്ര? 180 ഇൻറ്റു 3.14. എങ്ങനെ ചെയ്യാം? 90 × 2 എത്ര? ആദ്യം 180 അറിയണ ആൾക്കാർ ആദ്യം ചെയ്യും. ഇൻറ്റു 3.14. ഞാനൊക്കെയാണ് എങ്ങനെ ചെയ്യാന്നറിയോ? 3.14 നോക്കിക്കോട്ടോ. 3.14 ഇൻറ്റു 180 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഉണ്ടായിക്കോ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പൂജ്യം ഉണ്ടായിരുന്നു. ഈ പൂജ്യം ഞാൻ ഗീസി കിടും. എവിടെ ഇടാം? അവിടെ. ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1, 2. 2 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഉള്ളത്. സോ 2 പോയിന്റ് ഞാൻ ഗീസി കിട്ടും. സോ അതിനുശേഷം നമ്മൾ ആ പോയിന്റിനെ ആരും കണ്ടിട്ടില്ല. സോ 314 പൂജ്യത്തിന് ആരും കണ്ടിട്ടില്ല. ഇൻറ്റു 18. 314 ഇൻറ്റു 18 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഒരു ആൻസർ കിട്ടും. സോ ആൻസറിലേക്ക് 2 പോയിന്റും ഒരു പൂജ്യവും ഒരു പോയിന്റ് വെട്ടിപ്പോലെ ബാക്കി ഉണ്ടാകും ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതിട്ട് കൊടുക്കുക. സോ 180 ഇൻറ്റു 314 എത്ര വരും ആൻസർ? ഐ തിങ്ക് ഇറ്റ്സ് 565.2 അങ്ങനെ എന്തോ ഒരു വാല്യൂ ആണ് കിട്ടുക. 56, 52 എന്ന് കിട്ടും. കാര്യമില്ല, ഇവിടെ ഒരു പോയിന്റ് അല്ലേ, ആ പോയിന്റ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 565.2 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. സോ ദെൻ the base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ബേസ് റേഡിയൈ ഓഫ് ടു കോൺസ്, അത് 2 കോൺ ഉണ്ട്. ഇതിന്റെ റേഡിയസ് R1, ഹൈറ്റ് H1 എന്ന് വിളിക്കാം. ഇവിടെ അടുത്തൊരു കോണും കൂടി ഉണ്ട്. ഇത് കുറച്ച് വലുതായിരിക്കട്ടെ വെറുതെ. ഇതിന്റെ ഹൈറ്റിന് H2, ഇതിന്റെ റേഡിയസ് R2 എന്ന് വിളിക്കാം. സോ അവരുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അഥവാ ഇവിടുത്തെ റേഡിയസും അവിടുത്തെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അതേപോലെ തന്നെ R1:R2 3:5 ആണെങ്കിൽ എങ്ങനെ എഴുതാം? R1/R2 3/5 ആണെന്നുള്ളത് മനസ്സിലാക്കാം. റിലേഷൻ ആണ് ആലോചിച്ചത്. R1ന്റെ നേരെ ഇനി കറസ്പോണ്ടിങ് ആയിട്ട് 3ഉം R2ന്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം ഇട്ട് കൊടുക്കണം. മുടക്കട്ടെ. ഇനി എന്താ ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3, അഥവാ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? H1:H2 എന്നാണ് 2:3. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? H1:H2 H1/H2 2/3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? സോ നോക്കിക്കോ, സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? V1:V2. V1:V2 നമുക്ക് എങ്ങനെ എഴുതാം? V1/V2 ആണോ അല്ലേ? നോക്കിക്കോട്ടോ, ഇങ്ങനെയൊക്കെ എഴുതാം. മറ്റേ രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. V1 എന്താ? വോളിയം. എന്തിന്റെ വോളിയാണ്? കോണിന്റെ അല്ലേ? കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ഒരിട്ട് പറഞ്ഞു 1/3πr²h. ഒരിട്ടുണ്ടി പറഞ്ഞു 1/3πr²h. എടാ ഇവിടെ ഒന്നാമത്തിന്റെ അല്ലേ R1 H1 കൊടുക്കും. ഇവിടെ രണ്ടാമത്തിന്റെ അല്ലേ R2 H2 കൊടുക്കും. എത്ര പണിയുള്ളൂ. നേരെ ഇതായി കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? വെട്ടിപ്പോവാം. അതൊക്കെ വെട്ടിപ്പോവാം. പയ്യും വെട്ടിപ്പോയി. 1/3 വെട്ടിപ്പോയി. ബാക്കി R1² H1 ബാക്കി അതിനല്ലേ ഉള്ളൂ. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ എന്തല്ലത്? V1/V2 ഇവിടെ എന്തല്ലത്? R1² H1 R2² H2 എന്നാ വരിക. നോക്കിക്കട്ടോ, V1/V2 R1 ഫസ്റ്റ് റേഡിയസ് 3 അല്ലേടാ. 3ന്റെ R1ന്റെ നേരെ 3 അല്ലേ? അപ്പൊ R1² എന്ന് പറയുമ്പോൾ 3² ഇൻറ്റു H1ന്റെ നേരെ എത്ര? H1ന്റെ നേരെ എത്ര? 2 അല്ലേടാ? 2 ഡിവൈഡഡ് ബൈ R2². R2ന്റെ നേരെ എന്താ കറസ്പോണ്ടിങ്? R2ന്റെ സ്ക്വയർ നേരെ 5. അപ്പൊ R2² എന്ന് പറയുമ്പോൾ 5² ഇൻറ്റു H2ന്റെ നേരെ എന്താ? H2ന്റെ നേരെ 3 അല്ലേ? സോ 3. ഇവിടെ എന്തെങ്കിലും വെട്ടാണോ നോക്കാൻ വേണ്ടി 3² ഞാൻ 3 × 3 എഴുതി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻറ്റു 2 ഡിവൈഡ് ബൈ 5² 5 × 5 × 3 മേലെ ഇതായിടാ. ഒരു 3 നിങ്ങൾ കണ്ടില്ലേ? ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അത് വെട്ടൂലേ? അപ്പൊ ഞാനും വെട്ടി. ബാക്കി എന്തല്ലേ പറഞ്ഞോളി. 3 × 2 6, 5 × 5 25. ഇത്രയുള്ള ആൻസർ കേട്ടോ. സോ V1/V2 6/25. ഇങ്ങനെ ചെയ്താൽ മറ്റു രീതിക്ക് എങ്ങനെ ചെയ്താൽ V1:V2 6:25 ഇങ്ങനെ ചെയ്താൽ നോ പ്രോബ്ലം. സോ ഇതില് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആ. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ, അഥവാ ഒരു സിലിണ്ടർ ഉണ്ട്. എന്നിട്ട് R12 അഥവാ ബേസ് റേഡിയസ് 12ഉം ഹൈറ്റ് 20ഉം ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ബേസ് റേഡിയസ് 12ഉം ഹൈറ്റ് 20ഉം ആണ്. വോളിയം കണ്ടുകൂടെയാണ്?
മെൽറ്റിങ്ങിന്റെ പ്രോബ്ലത്തിലാണ്. ഇത് കണ്ടോ, മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്. അപ്പൊ പെട്ടെന്ന് എന്താ വോളിയം കാണുക, വോളിയം എന്തായാലും കാണും കേട്ടോ. വോളിയം കാണുന്നത് കാരണം മെൽറ്റിംഗ് പറയുമ്പോൾ എല്ലാം മെൽറ്റ് ആവില്ലേ, ഉള്ളില് പുറത്തൊന്നുമില്ല, എല്ലാം മെൽറ്റ് ആവും. പെയിന്റ് അടിച്ചാൽ വരില്ലല്ലോ. സോ വോളിയം ഓഫ് സിലിണ്ടർ എന്താ വരിക, സ്തംഭത്തിന്റെ സ്തൂപിക പറയുമ്പോൾ കൂർപ്പുണ്ടാവും, സ്തംഭത്തിന് കൂർപ്പുണ്ടാവില്ല. സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. സോ പൈ ഇൻറ്റു റേഡിയസ് എത്രയുടെ 12. അപ്പൊ 12 സ്ക്വയർ ഇൻറ്റു എച്ച് എത്ര 20. ദ ആൻസർ ഈസ് പൈ ഇൻറ്റു 12 സ്ക്വയർ 144 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 2880 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും വോളിയം ഓഫ് സിലിണ്ടർ. മാർക്കട്ടെ. ഇനി അതേപോലെ തന്നെ അടുത്തയില് ഇത് ഉരുക്കിയിട്ട് ഇത് ഞാനോട് ഉരുക്കി ആകെ ചപ്പറി കോലാക്കി ഉരുക്കി കിടക്കേണ്ടത്. ഇനി മെൽറ്റിംഗ് ആൻഡ് ആ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ്, അപ്പൊ കുഞ്ഞു കുഞ്ഞു കോണായിട്ട് ഞാൻ ഉരുട്ടി ഉണ്ടാക്കുകയാണത്. ഇത് ഓരോന്നെടുത്തെടുത്ത് കോണാൾ ഉണ്ടാക്കുകയാണ് ഞാൻ. ഈ കോണിന്റെ ഒക്കെ ബേസ് റേഡിയസ് എന്താ, ബേസ് റേഡിയസ് ക്വസ്റ്റ്യനുണ്ട്. ബേസ് റേഡിയസ് 4 ഹൈറ്റ് 5 ആണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ബേസ് റേഡിയസ് 4 ഹൈറ്റ് 5 ആണെന്നുള്ളത് കിട്ടി. അങ്ങനത്തെ എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആണ്. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിന്റെ പ്രോബ്ലത്തിൽ ആദ്യം തന്നെ ആദ്യത്തിന്റെ വോളിയം കാണാം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തിന്റെ വോളിയം എങ്ങനെ, വോളിയം ഓഫ് കോൺ എങ്ങനെ കാണുക, 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. സോ 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്രയാടാ, റേഡിയസ് ഇവിടെ 4 ക്വസ്റ്റ്യനിൽ പറഞ്ഞ 4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്ര 5 അല്ലേ, 5. ദ ആൻസർ ഈസ് 1/3 പൈ ഇൻറ്റു 4 സ്ക്വയർ 16 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 16 ഇൻറ്റു 5 80 പൈ അടിയിൽ ബൈ 3 സെന്റിമീറ്റർ ക്യൂബ്. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് ആട്ടോ. സോ വോളിയം ഓഫ് കോൺ ആണ് വരിക, ആണോ അല്ലേ. സോ വോളിയം ഓഫ് കോൺ കിട്ടി, വോളിയം ഓഫ് സിലിണ്ടർ കിട്ടിയടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 രൂപ ചില്ലറാക്കി, 100 രൂപ ചില്ലറാക്കിയാണ് നിങ്ങൾ എന്തായിട്ടാണ് 100 രൂപേന്റെ നോട്ട് ചില്ലറാക്കിയാണ്ട് 5 നോട്ടാക്കുകയാണ്, 5 അല്ലെങ്കിൽ 20 രൂപേന്റെ നോട്ടുകളാക്കുകയാണ്, 20 രൂപേന്റെ നോട്ടുകളാക്കുകയാണ്. 20 രൂപേന്റെ എത്ര നോട്ടാക്കാൻ പറ്റും, 20 രൂപേന്റെ 5 നോട്ടല്ലേ 20 20 20 20 20. അങ്ങനെ കണക്കുകൾ കൂട്ടിയേ ടോട്ടലിന് ഡിവൈഡഡ് ബൈ 1ന്റെ വോളിയം അല്ല വില. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടത് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ വോളിയത്തിന് ആ 1ന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയുള്ള കോണിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയുള്ള കോൺ കുഞ്ഞു കോണാണ്, ഇതിന്റെ ബേസ് 4 ആണ്, ഹൈറ്റ് 5 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് മെൽറ്റ് ചെയ്യണതാരെ, ആദ്യം മെൽറ്റ് ചെയ്യണതാരെ സിലിണ്ടറിനല്ലേ. ഇപ്പൊ സിലിണ്ടറിന്റെ വോളിയത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വോളിയം ഓഫ് കോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിലിണ്ടറിന്റെ വോളിയം എന്താ 2880 പൈ ഡിവൈഡഡ് ബൈ 80 പൈ ബൈ 3. എടാ ഇവിടെ ഒരു പയ്യും ഇവിടെ ഒരു പയ്യും വെട്ടിപ്പോലെ ബാക്കി എന്താ ഉണ്ടാക്കുക, നമ്പർ ഓഫ് ഐറ്റംസ് 2880 ഡിവൈഡഡ് ബൈ, ഒരിക്കലും ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. പകരം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ പകരങ്ങൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ, ഇറ്റ് ഈസ് കോൾഡ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 80/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ മൾട്ടിപ്ലൈ, പക്ഷെ 80/3 ഉണ്ടല്ലോ ഇതിന്റെ റെസിപ്രോക്കൽ എന്താ 3/80 ആണോ അല്ലേ. മേലെ ഇതായ ഒരു 0 കണ്ടില്ലേ, ഇതും ഇതും. സോ അതും വെട്ടിക്കളയാ. ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാകുക 288 ഇൻറ്റു 3/8 അഥവാ 288 ഇൻറ്റു 3/8. 288/8 എത്ര കാരണം അറിയോ, 288 144 72 പകുതി 36 ഇൻറ്റു 3 36 ഇൻറ്റു 3 108 കോണുകൾ ഇവിടെ ഉണ്ടാവും. അഥവാ ഈ വലിയ സിലിണ്ടറിന്റെ വോളിയത്തിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു ചെറിയ കോണിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 108 എണ്ണം. അഥവാ വലിയതിനെ ഉരുക്കി കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന സാധനം ചില്ലറക്കാരനല്ല, ഇതേപോലത്തെ 108 കോണുകൾ ഉണ്ടാക്കാൻ മാത്രമുള്ള സാധനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. എപ്പോഴും നമ്പർ ഓഫ് ഐറ്റംസ് ഇസ് ഈക്വൽ ടു മെൽറ്റ് ചെയ്യുന്ന ആളോ വലിയ ആൾ ഐറ്റം ഡിവൈഡഡ് ബൈ മെൽറ്റ് ചെയ്ത് ചെറുതായിട്ടുണ്ടാക്കുമല്ലോ ആ ചെറിയ ആൾ ഐറ്റം. ഇനി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് വിട്ട് 15 സെന്റിമീറ്റർ അഥവാ ബേസ് റേഡിയസ് 15, ഹൈറ്റ് 40. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് ഫ്രം ദിസ്. അഥവാ ഒരു സിലിണ്ടർ ഉണ്ട്, ഈ സിലിണ്ടറിന്റെ നോക്കി കേട്ടോ, ഒറ്റവട്ടേ പറയുള്ളൂ. ഒരു സിലിണ്ടർ ഉണ്ട്, ഈ സിലിണ്ടറിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണിന്റെ ഏരിയ എന്ന് വെച്ചിരിക്കുന്നത് അഥവാ ഇവിടെ ഇതായിരിക്കും ഇതിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണ്, ആണോ അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, റേഡിയസ് 15, റേഡിയസ് എത്രയുടെ 15, ഹൈറ്റ് എത്രയുടെ 40 അല്ലേ. ഈ സിലിണ്ടറിന്റെ അതേ ഹൈറ്റിന് ഈ കാര്യത്തിനും ആണോ അല്ലേ, ഇത് സെന്റർ ആട്ടോ ഇവിടെ. സോ ഇതിന് ഈ സിലിണ്ടറിന്റെ അതേ ഹൈറ്റ് ഈ കാര്യത്തിന് 40, ഇതിന്റെ റേഡിയസ് തന്നെ ഈ കാര്യം. ദാറ്റ് മീൻസ് ഒന്നുമില്ല, ഒരു കോണിന്റെ റേഡിയസുമായിട്ട് തന്നിരിക്കുന്നത് സെയിം സാധനം തന്നെയാണ്. ഇതിൽ നിന്ന് ഈ സിലിണ്ടറിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഏറ്റവും വലിയ കോണാണ് ഞാൻ എടുക്കുന്നത്. സോ അല്ല ഞാനാണ് എടുക്കുന്നത്. സോ റേഡിയസ് 15 കിട്ടി, ഹൈറ്റ് 40 കിട്ടി. സോ വോളിയം എങ്ങനെ കാണാ 1/3 പൈ ആർ സ്ക്വയർ എച്ച് 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്രയുടെ 15 സ്ക്വയർ ഇൻറ്റു എച്ച് എത്ര 40 അല്ലേ. സോ ദാറ്റ് മീൻസ് 1/3 പൈ ഇൻറ്റു 15ന്റെ സ്ക്വയർ 15 ഇൻറ്റു 15 എഴുതിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇൻറ്റു 40. 15നെ നമുക്ക് എങ്ങനെ വെട്ടാം, 15നെ 3 കൊണ്ട് കൂട്ടിക്കൂടെ, 15 എത്ര 3 ഉണ്ട് 5 3. ദാറ്റ് മീൻസ് പൈ 5 ഇൻറ്റു 15 75 ഇൻറ്റു 40 75 ഇൻറ്റു 40 3000 പൈ
സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ആയിട്ട് വരിക. മറക്കരുത്. ആണോ അല്ലേ? സോ ഒരു കാര്യം മനസ്സിലാക്കി, ഈ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 മാത്രമാണത്. അഥവാ 3/1 ഭാഗം മാത്രമാണ് 3000. അപ്പൊ 3 ഭാഗം ടോട്ടൽ എത്ര? 9000 വരിക. പറഞ്ഞേ ഉള്ളൂ, ഇപ്പൊ പറയണില്ല. സോ ദെൻ സിലിണ്ടറിലേക്ക് വരുന്ന സമയത്ത് ഇത് അറിയാം. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. സർഫസ് ഏരിയ, ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അറിയില്ലേ? 4πr² ആണ്. വത്തക്കൊത്തിരിന്റെ വത്തക്കൊത്തിരി ഇനി കാണുമ്പോൾ 4πr², അത് 120 ആണ് ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പൊ πr² എന്താ വരിക? 120 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇൻറ്റു 4 അങ്ങോട്ട് പോയാൽ ബൈ 4 ആണോ അല്ലേ? 30 എന്ന് വരും. ദാറ്റ് മീൻസ് πr² = 30 എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ആണോ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഹാഫ്സ്, ഇത് കട്ട് ചെയ്താൽ ഒരു സ്ഫിയർ കട്ട് ചെയ്തപ്പോൾ എന്താ ഉണ്ടാക്കുക? അതാണ് സ്ഫിയറിന്റെ ഫുട്ബോളിന്റെ ഒക്കെ ഷേപ്പ്. അത് കട്ട് ചെയ്താൽ എന്താ ഉണ്ടാകുക? പൗതി വത്തൊക്കെ ഉണ്ടാവും, അഥവാ ഹെമിസ്ഫിയർ ഉണ്ടാവും. ഹെമിസ്ഫിയറിന് എന്താ പറഞ്ഞത്? വാട്ട് വുഡ് ബി ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ഈ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എപ്പോഴും പഠിച്ചു വെച്ചോളി. ഈ കുരുവൊക്കെ ഉള്ള πr², സൈഡിലുള്ള തൊലിന്റെ പൗതി 2πr² കൂടി കൂട്ടി 3πr² ആണ്. 3 × πr² എത്രടാ? 30 അല്ലേ? അപ്പൊ 30 90 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് അവിടെ വരിക. സോ ദെൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. വോളിയംസ് ഓഫ് 2 സിമ്പിൾ ആണ്. അഥവാ 2 സ്ഫിയറുകളുടെ വോളിയങ്ങൾ തമ്മിൽ ഒരേ റേഷ്യോ 27:64. 27 64 അറിയണം. 1ന്റെ ക്യൂബ് എത്രയാണടാ? 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 2 × 2 × 2 8, 3ന്റെ ക്യൂബ് 3 × 3 × 3 27, 4ന്റെ ക്യൂബ് 4 × 4 × 4 64, 5ന്റെ ക്യൂബ് 5 × 5 × 5 125. ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ 27 ആരുടെ ക്യൂബാടാ? 3ന്റെ ക്യൂബ് അല്ലേടാ? 64 ആരുടെ ക്യൂബാടാ? 4ന്റെ ക്യൂബാടാ? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താടാ? സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചോളി. 4/3 πr³ 4/3 πr³. ഇതൊക്കെ കാണാതെ പഠിക്കണേ. ഒന്നാമത്തിന്റെ റേഡിയസ് ആണ് 1, രണ്ടാമത്തിന്റെ റേഡിയസ് ആയതുകൊണ്ട് 2. സോ 4/3 π ഇതൊക്കെ വെട്ടിപ്പോവും. ബാക്കി ഉണ്ടാകുക പറഞ്ഞാണി r1³ r2³ that is equal to 3³ 4³ എല്ലായിടത്തും ക്യൂബ് ഉണ്ടാകുന്ന ക്യൂബ് വെട്ടി പോവാ. ബാക്കി r1 r2 = 3:4. ഇതാണ് ആൻസർ വരിക. മറക്കരുത്. സോ ദെൻ ഇങ്ങനെയുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെഷൻ പോയിന്റ് അപ്പ് ചെയ്യാനാവും. ദ ബേസ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റാലിക് സിലിണ്ടർ ആർ 4 cm. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യാം? ഒരു സിലിണ്ടർ ഇതിന്റെ ബേസ് റേഡിയസ് 4 ആണ്. ആൻഡ് ലെങ്ത് ഓഫ് എ മെറ്റൽ സിലിണ്ടർ ആർ ലെങ്ത് 10 ആണ്. അഥവാ ലെങ്ത് എന്ന ഹൈറ്റ് അത് 10 ആണ്. ഇത് ഉരുക്കിയിട്ട് ഞാൻ കുഞ്ഞു സ്ഫിയറുകൾ ഉണ്ടാക്കുകയാണ്. സ്ഫിയറുകളുടെ റേഷ്യോ 2 ആണ്. റേഡിയസ് 2 ആണ്. ഈ സ്ഫിയറുകളുടെ റേഡിയസ് 2 ആണ്. ക്വസ്റ്റ്യനിലുണ്ട് 2 ആണ്. മറക്കരുത്. സോ ഹൗ മെനി സ്ഫിയേഴ്സ് ക്യാൻ ബി മേഡ്? ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഒന്നല്ല, കുറെ ഉണ്ടാക്കാം. ഇത് ഒരിക്കൽ കുറെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഇതിന്റെ വോളിയം ആണ്. വോളിയം ഓഫ് സിലിണ്ടർ എന്താ വരിക? πr²h that is equal to π × റേഡിയസ് എത്രയുടെ? 4 അല്ലേ? 4² × h എത്രയുടെ? 10. that is equal to π × 4ന്റെ സ്ക്വയർ എത്രയുടെ? 16 × 10. that is 16 × 10 160 × π 160 π സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് സിലിണ്ടർ വരിക. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താ വരിക? ഒരു കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ. കോണല്ലടാ പൊട്ടന്മാരത്, കോണല്ലടാ. ഇതെന്താടാ? സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം പഠിച്ചു വെച്ചോളൂ. 4/3 πr³. ഞാനും അതിനെ കോണിന്റെ πr² വെച്ചത് ഒക്കെയാണ് ഞാനിപ്പോ മനസ്സിൽ തപ്പണം. ഏതായാലും 4/3 π × റേഡിയസ് എത്രയുടെ? റേഡിയസ് ഇവിടെ 2 അല്ലേ? 2³ that is equal to 4/3 π × 2ന്റെ ക്യൂബ് 2 × 2 × 2 8 ആണ് വരിക. 4π × 8 എന്ന് പറഞ്ഞാൽ 32 π / 3 സെന്റിമീറ്റർ ക്യൂബ്. എങ്ങനെയാണ് നമ്പർ ഓഫ് ഐറ്റംസ് കാണുക? എത്ര കോണുണ്ട്? ഇതൊരിക്കലും ഇങ്ങനത്തെ ചെറിയ കോണല്ലേ, കുറെ കോണുണ്ടാവും. നമ്പർ ഓഫ് ഐറ്റംസ് കാണണമെങ്കിൽ മെൽറ്റ് ചെയ്ത സാധനം ഏതാ? സിലിണ്ടർ അല്ലേ? മെൽറ്റ് ചെയ്തതിനു ശേഷം പുതുതായിട്ട് ഉണ്ടാക്കിയ കുഞ്ഞ സാധനം ഏതാ? സ്ഫിയർ അല്ലേ? ഇത് 2 ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടും. വോളിയം ഓഫ് സിലിണ്ടർ എത്രയുടെ? 160 π / വോളിയം ഓഫ് സ്ഫിയർ എത്രയുടെ? 32 π / 3 that is equal to എങ്ങനെ ചെയ്യാം? 160 π അവിടെ നിന്ന് പൈനെ വെട്ടിക്കളയനെ. പൈ വെട്ടിപ്പോയി. ബാക്കി 160 അവിടെ ഓൾറെഡി ഉണ്ട്. ബൈ 32/3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻറ്റു 32/3 അല്ല, 3/32. ഇറ്റ് ഈസ് കോൾഡ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. എടാ ഇവിടെ ഉള്ള 160 32 വെട്ടിക്കളഞ്ഞൂടെ? 16 മാത്രം നോക്കിട്ടോ. 0 എടുക്കട്ടെ. 16 എത്ര? 16 എത്ര? 16 ഒരു 16. അപ്പൊ 10 നെറ്റ്. 32 എത്ര? 16 2 16. അങ്ങനെ വെട്ടാൻ അറിയുമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ എന്താട്ടാം സദാ പോലെ ചെയ്യാം. 160 × 3 480 ഡിവൈഡഡ് ബൈ 32 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 15. അപ്പൊ എത്ര സ്ഫിയർ ഉണ്ടാക്കാം? 15 സ്ഫിയർ ഉണ്ടാക്കാം. സോ അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ 27. അഥവാ ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിന്റെ റേഡിയസ് 12 ആണ്. അഥവാ വോളിയം എന്ത് വരുമെടാ? വോളിയം ഈക്വൽ ടു 4/3 πr³ അല്ലേടാ? ദാറ്റ് മീൻസ് 4/3 π × റേഡിയസ് എത്രടാ? 12 അല്ലേ? 12 ക്യൂബ് ആണ്. 12 × 12 × 12 അല്ലേ? 12/3 4 അല്ലേ വരിക? 4 × 4
4 16 16 ഇൻറ്റു 12 192 192 ഇൻറ്റു 12 2304 പൈ സെന്റിമീറ്റർ ക്യൂബ് നീട്ടും. ഇതാണ് വോളിയം വരിക. ഈ വോളിയത്തിന് എത്ര ഭാഗക്കാണ് കുഞ്ഞിതിന്റെ വോളിയം ഞാൻ ആദ്യം കണ്ടുതരാം. കുഞ്ഞ് സ്ഫിയർ 2 അഥവാ രണ്ടാമതൊരു സ്ഫിയർ ഉണ്ടാക്കണം. ആ സ്ഫിയർ ചെറുതാണ്. ഇതിനെ ഉരുക്കിയിട്ട് 27 ആക്കി ഉണ്ടാക്കണം. അഥവാ വലിയതിന്റെ വോളിയത്തിന് 27 പാർട്സ് ആക്കിയാൽ എത്ര വരിക? എത്ര വരിക വെച്ച് കഴിഞ്ഞാൽ 23-ലില്ല 230 1 2 8 വരും. 8 4 44 എത്ര? ഏകദേശം 81 സംതിങ് വരും. സോ 81 അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടിയാൽ മതി. അങ്ങനെ ചെയ്യേണ്ട, അതിനെക്കാട്ടും നല്ലതായിട്ട്. ഇത് 2 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. അങ്ങനെ 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട് നോക്കുക. 2 3 കൂട്ടുക. 2 3 5 അല്ലേ? 3ക്ക് 0 കൂട്ടിയാ 5 തന്നെ. 5ക്ക് 4 കൂട്ടിയാ ഇവിടെ ടോട്ടൽ 9. ഇവിടെ 27 2 7 കൂട്ടിയാ 9. 2 9 അല്ലേ? 9 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. പോരാതെ 9ന്റെ ഗുണനപ്പട്ടിക. അപ്പൊ 3ന്റെയും 9ന്റെയും കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ നോക്കിയ സമയത്ത് നമുക്കൊരു കാര്യം കിട്ടിയത് 9ന്റെ ഗുണനപ്പട്ടികയിൽ. അത് വെക്കട്ടെ. 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ അങ്ങനെ നോക്കുക. ഇത് കൂട്ടി വെക്കുക. അപ്പൊ നമുക്ക് കിട്ടിയത് 9 ആരുടെ ഗുണനപ്പട്ടികയുണ്ട്? 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. അപ്പൊ ഇത് 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. 2304 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 2304 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എത്ര? ഗെറ്റ് 764 ആണോ അല്ലേ? ഇനി അതിനുശേഷം ഇത് 24 100 യെസ്. 2400 32 വെച്ച് പോയി 764 ഡിവൈഡ് ബൈ 27 3 ഡിവൈഡ് ചെയ്ത് 9. ഇനി ഇത് വീണ്ടും നമുക്ക് 3ന്റെ ഗുണനപ്പട്ടികയിൽ 7 6 13 13ക്ക് 4 കൂട്ടിയല്ലേ? ഇല്ലേ? അപ്പൊ ഉണ്ടല്ലോ 2304 ഡിവൈഡഡ് ബൈ 2304 7 കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 23 7 സോരടാ 768 ആണ്. 768 വീണ്ടും 9ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇത് ചെക്ക് ചെയ്യുക. 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ടോ എന്നല്ല. 7 6 കൂട്ടുക 13 13 8 കൂട്ടി കഴിഞ്ഞാൽ 21 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. ഇത് 3ന്റെ ഗുണനപ്പട്ടികയിലുണ്ട്. അപ്പൊ 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 768 ഡിവൈഡ് ബൈ 3 പറഞ്ഞാൽ 256 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് കിട്ടുക 200 പൈ ഉണ്ട് അല്ലെ? പൈ ഉണ്ട്. യെസ്. സോ വോളിയം ഓഫ് സ്ഫിയർ 2 രണ്ടാമത്തെ സ്ഫിയറിന്റെ അല്ലെങ്കിൽ ചെറിയ സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 256 പൈ ബൈ 3 ആണ്. അത് എത്രയെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞേ. ഒരു സ്ഫിയറിന്റെ വോളിയം എന്താടാ? 4/3 പൈ ആർ ക്യൂബ് ആണോ അല്ലേ? സോ ഇതാണ് 256 പൈ ബൈ 3 വെട്ടിപ്പോയി പൈ വെട്ടിപ്പോയി. ബാക്കി എന്താ? 4 r³ = 256. r³ = 256 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. r³ ആണ് 64. r എന്താ വരിക? ക്യൂബ് റൂട്ട് എടുക്കണോ? 64 ആരുടെ ക്യൂബാടാ? 4ന്റെ ക്യൂബ് അല്ലേ? 4 × 4 × 4 64. സോ ദാറ്റ് ഈസ് 4. ഇത് വെറും ക്യൂബ് അല്ല, ക്യൂബ് റൂട്ട് ആണ്. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പാർട്ടും കൂടി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പഠിക്കുക. മാത്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഇതിലുണ്ട്. അതിൽ കയറിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം, ചോദിക്കാം. നിങ്ങൾക്ക് വേറെ ഏത് വിഷയത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനോട് കണക്ട് ചെയ്യാം. ഫുള്ളി ഫ്രീ ആണ്. സോ താങ്ക് യു.